ഹലോ ഓൾ, എല്ലാവർക്കും പൽപ്പിറ്റിന്റെ ഡീകോഡിംഗ് സെഷനിലേക്ക് സ്വാഗതം. സോ നമ്മുടെ കോഴ്സിൽ ഒരുവിധപ്പെട്ട നമ്മുടെ പോർഷൻസ് ഒക്കെ തീരാറായി. റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1-ാം തീയതി തൊട്ടാണ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഒത്തിരി MCQ സെഷൻസും ഒപ്പം അതിനോടൊപ്പം തന്നെ ഡീകോഡിംഗ് സെഷൻസും പാരലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു വീഡിയോസും അതിനോടൊപ്പം തന്നെ നോട്ട്സും റിവിഷൻ പാക്ക് അങ്ങനെ സമ്പൂർണ്ണമായിട്ട് ആണ് നമ്മുടെ കോഴ്സിൽ വരുന്നത്. സോ ഇന്ന് നമ്മുടെ ഡീകോഡിംഗ് 3 നമ്മളെ എല്ലാ മൊഡ്യൂളിനും ഓരോ സെഷൻ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതായത് 14 മൊഡ്യൂൾ ഉണ്ട്. ആ 14 മൊഡ്യൂളിലെയും എൻ്റെയർ വർക്കിനെയും കണക്ട് ചെയ്ത് രാവിലെ തന്നെ ഒരു ഡീകോഡിംഗ് സെഷൻ അവരുടെ കയ്യിൽ കൊടുക്കും. സോ പഠിച്ചിട്ടുള്ളതും പഠിക്കാതെ വിട്ടുപോയതുമായ പോയിന്റ്സ് റിമെമ്പർ ചെയ്യേണ്ട കുഞ്ഞു കുഞ്ഞു ഫാക്റ്റുകളെ പാക്ക് ചെയ്താണ്. പക്ഷെ HSA പോലെയല്ല, HSST വന്നപ്പോഴത്തേക്കിന് ഡീകോഡ് ചെയ്യുന്നതും കുറച്ച് എഫേർട്ടാണ്. ഒപ്പം അത് പഠിച്ചെടുക്കുന്നതും കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഓർക്കുക, പെയിൻ അനുഭവിച്ചിട്ടുള്ളവർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, റൈസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാനാണെങ്കിൽ, നമ്മൾ ചലഞ്ച് ചെയ്യപ്പെടണ്ടെങ്കിൽ നമുക്ക് പെയിൻ അനുഭവിക്കേണ്ട കാര്യമല്ല. പക്ഷെ ഡ്യൂ ടു വേരിയസ് റീസൺസ്, അത് ഫൈനാൻഷ്യൽ റീസൺ ആവാം, നമുക്കൊരു റെപ്യൂട്ടേഷൻ റെസ്പെക്ട് വേണം എന്നുള്ളതാവാം, വർക്കിംഗ് ആവണം എന്നുള്ളതാവാം, അതല്ലെങ്കിൽ നമ്മുടെ പാഷൻ ആവാം. അപ്പൊ നിങ്ങളുടെ റീസൺ ഇതിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ജോലി എന്നുള്ളത് കുറച്ച് ടഫ് ആയിട്ടുള്ള അല്ലെ, ഇത്രയും സിലബസ് പഠിച്ച് റിവൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് പഠിച്ചു വരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ടെൻഷൻ എല്ലാം മാറ്റി വെച്ചിട്ട് ഇനിയത്തെ 1 മാസം നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണിത്. സോ റിവിഷൻ ബാച്ചിലുള്ള നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഒപ്പം അതിനോടൊപ്പം ഡീകോഡിംഗ് സെഷൻസും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ സ്റ്റുഡൻസിനോടുമാണ്. നിങ്ങൾക്ക് ഇനി ഒത്തിരി ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസും HSSTയുടെ കുറേ സെഷൻസും ഒക്കെ ഇവിടെ അവൈലബിൾ ആകും. നമ്മളെ HSSTയെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആവണമെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡീകോഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ തനതായിട്ടുള്ള, നമ്മുടെ സ്വന്തം, മറ്റാരുടെയും അല്ല, നമ്മുടെ സ്വന്തം സീരീസുമായിട്ടാണ്. ഇപ്പൊ മെയ് 1 തന്നെ പൽപ്പിറ്റിൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ MCQ സെഷൻസും ക്യൂസിറ്റിന്റെ വർക്ക്ഔട്ടിങ്ങും ഡീകോഡിങ്ങും ഒപ്പം കുഞ്ഞി PDFs ഒക്കെ ആയിട്ട് നമുക്ക് നോട്ടുണ്ട്. നോട്ടിന് പുറമെ കുഞ്ഞു കുഞ്ഞ് റിവിഷൻ PDFs ഒക്കെ ആയിട്ട് ക്ലാസ്സുകൾ രാവിലെ 5 മണിക്ക് തന്നെ ഓൺ ആവുന്നുണ്ട്. സോ ആ സെഷൻസിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു കുഞ്ഞു പാക്കറ്റ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമ്മുടെ സ്വന്തം ഡീകോഡിംഗ്. അത് ഓരോ മൊഡ്യൂൾ വൈസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓരോ മൊഡ്യൂളിലും ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് ആ മൊഡ്യൂളിൽ എന്താണുള്ളത് അതിന്റെ A to Z ഡീറ്റെയിൽസ് നോക്കിയിട്ടാണ് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത്. കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ പോവുക, പക്ഷെ എങ്കിൽ പോലും അത്യാവശ്യം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നതാണ് ഡീകോഡിംഗ്. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നത് ഡീകോഡിംഗ് 3 ആണ്. ഡീകോഡിംഗ് 3 മീൻസ് 3ാമത്തെ മൊഡ്യൂളിന്റെ, നമ്മുടെ കോറിന്റെ സിലബസിലെ 3ാമത്തെ മൊഡ്യൂളിന്റെ, വിക്ടോറിയനും റൊമാൻറ്റിക് ഏജും വരുന്ന മൊഡ്യൂളിന്റെ ഡീകോഡിംഗ് 3. ഓക്കെ, അതിൽ ഏതൊക്കെ വർക്ക് ഉണ്ട്, അതിന്റെയൊക്കെ പബ്ലിഷിംഗ് ഇയർ ഏതാ, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മൾ മിസ്സായി പോയിക്കൂടാത്ത കോണ്ടന്റ് അല്ല നമ്മൾ നോക്കുന്നത്, മിസ്സായി പോയിക്കൂടാത്ത പുറത്തെ ഇൻഫർമേഷൻസ് ഏതാണ്, എക്സ്റ്റേണൽ ഇൻഫർമേഷൻസ് ലൈക്ക് മേജർ ക്രിട്ടിക്കൽ കമന്ററി വല്ലതും ഉണ്ടോ, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതുമായിട്ട് റെഫർ ചെയ്ത് വരുന്നുണ്ടോ, അതിലെ ഇയർ, പബ്ലിക്കേഷൻ ഇയറും റിട്ടേൺ ഇയറും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടോ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാൻസേഴ്സ് എത്ര, ചാപ്റ്റർ എത്ര, തുടങ്ങി എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്ന സെഷനാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത്. നമ്മുടെ ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്കറിയാം ഡീകോഡിംഗ് നമ്മൾ ഓട്ടിച്ചിട്ടാണ് പറഞ്ഞു പോകുന്നത്. ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒത്തിരി ചെയ്യേണ്ടതുണ്ട്. ഡെയിലി നമുക്ക് 4 മണിക്കൂറോളം MCQ സെഷൻസ് പോകുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമ്മോർട്ടാലിറ്റി ഓഡിലാണ്. വില്യം വേർഡ്സ്വർത്തിന്റെ ഓഡ് ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം റീകളക്ഷൻ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് ആണ് 3rd മൊഡ്യൂളിൽ നമ്മൾ ആദ്യം കാണുന്ന വർക്ക്. സോ ഇത് കമ്പോസ് ചെയ്തത് 1802നും 1804നും ഇടയ്ക്കാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലെ ആദ്യത്തെ കുറച്ച് സ്റ്റാൻസ 1802ലും ബാക്കി സ്റ്റാൻസ 1804ലുമാണ് പബ്ലിഷ് ചെയ്ത് റൈറ്റ് ചെയ്യുന്നത്. പബ്ലിഷ് ചെയ്യുന്നത് കളക്റ്റീവായിട്ടാണ് 1807. സോ ഇതാണ് നമ്മൾ ആദ്യം പറയുന്ന പോയിന്റ്. സോ വില്യം വേർഡ്സ്വർത്തിന്റെ ഓഡ് ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം റീകളക്ഷൻസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡില് അത് കമ്പോസ് ചെയ്യുന്നത് 1802ലും 1804ലുമായിട്ടാണ് പബ്ലിഷ് ചെയ്ത് വരുന്നത്. ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് വരുന്നത് 1807ലാണ്. ആ കളക്ഷന്റെ പേരെന്താന്ന് നമ്മൾ നോക്കണം. കളക്ഷന്റെ പേര് പോയംസ് ഇൻ 2 വോളിയൂംസ് എന്നാണ്. കളക്ഷന്റെ പേര് പോയംസ് ഇൻ 2 വോളിയൂംസ് എന്നാണ്. ഇനി
ഈ കമ്പോസിഷന്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ ഇമ്മോർട്ടാലിറ്റി ഓട് എഴുതി തുടങ്ങിയത് മാർച്ച് 1802 ഓക്കെ. ഈ മാർച്ച് 1802 ഇത് എഴുതി തുടങ്ങി. ആ തൊട്ടടുത്ത മാസം ഏപ്രിലാണ് ആ ഒരു 4 സ്റ്റാൻസ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അതാണ് നമ്മൾ 1802 തുടങ്ങി എന്ന് പറയുന്നത്. പിന്നീട് 2 വർഷത്തിന് ശേഷമാണ് 1804 അദ്ദേഹം ബാക്കി സ്റ്റാൻസുകൾ എഴുതുന്നത്. ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഏത് വർഷം തന്നെ? 1807 തന്നെ. കളക്ഷന്റെ പേര് എന്തുവാടെ? പോയംസ് ഇൻ 2 വോളിയൂംസ് ആണ് കളക്ഷന്റെ പേരായിട്ട് വരുന്നത്. ആൻഡ് വെരി ഇമ്പോർട്ടന്റ് എപ്പിഗ്രാഫ്. എപ്പിഗ്രാഫ് ചോദിക്കും. എപ്പിഗ്രാഫ് എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ പറയുന്നത് മൈ ഹാർട്ട് ലീപ്സ് അപ്സ് എന്ന് പറയുന്ന വേർഡ്സ്വർത്തിന്റെ തന്നെ പോയത്തിൽ നിന്നാണ് ഇതിന്റെ എപ്പിഗ്രാഫ് വരുന്നത്. ഇപ്പം the poem is introduced by the 3 lines from Wordsworth on earlier poem. അദ്ദേഹത്തിന്റെ തന്നെ നേരത്തെ അദ്ദേഹം എഴുതിയ പോയം ആയിട്ടുള്ള മൈ ഹാർട്ട് ലീപ്സ് അപ്പ് എന്ന് പറയുന്ന അതിൽ നിന്നാണ്, ആ പോയത്തിൽ നിന്നാണ് എന്താ എപ്പിഗ്രാഫ് വരുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ ഫ്രേസ് കൂടി വരുന്നുണ്ട്. ടോട്ടൽ 4 ലൈൻസ് ആണ്. അതിൽ 3 നമ്മുടെ മൈ ഹാർട്ട് ലീപ്സ് അപ്പിൽ നിന്നുള്ള ലൈൻസും അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ, ഒരു ഫ്രേസ് കൂടി വരുന്നുണ്ട്. അതിനെപ്പറ്റി പറയാം. അപ്പം എപ്പിഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഡീകോഡിങ്ങിൽ നമ്മൾ എക്സ്റ്റേണൽ കാര്യങ്ങളാണ് നോക്കുന്നത്, പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതല്ല. കോണ്ടന്റ് നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സമ്മറി ഉള്ള നോട്ട് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. റിവിഷൻ ബാച്ചിന് ഉൾപ്പെടെ നമ്മൾ നമ്മുടെ PDF നോട്ട്സ് കൊടുക്കുന്നുണ്ട്. സോ വായിച്ചിട്ട് അതത് ദിവസങ്ങളിൽ കയറാനാണ് പറയുന്നത്. 1 തൊട്ട് 14 ദിവസം വരെ 14 മൊഡ്യൂളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ. സോ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ ഡീറ്റെയിൽസിൽ നമ്മുടെ എപ്പിഗ്രാഫിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ റിവൈസ്ഡ് ടൈറ്റിൽ. ആദ്യം എഴുതുമ്പോഴേ ഇതിന്റെ വർക്കിംഗ് ടൈറ്റിൽ ഓടുന്നായിരുന്നു. ഓടുന്ന് മാത്രമേ ഉള്ളായിരുന്നു. പിന്നീടാണ് 1815 എഡീഷനിലാണ് നമ്മൾ ഇപ്പൊ കാണുന്ന വലിയ ബൃഹത്തായ കടുകട്ടി വലിയ ആ ഒരു ടൈറ്റിൽ വരുന്നത്. ഇന്റിമേഷൻസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി ഫ്രം റികളക്ഷൻസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് ഇൻ ദ 1815 എഡീഷനിലാണ് ആ പേരിലേക്ക് വരുന്നത്. ഇനി നമുക്ക് സ്ട്രക്ചറും സ്റ്റാൻസ ലെങ്തും നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇറഗുലർ പിൻഡാറിക് ഓഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇറഗുലർ പിൻഡാറിക് ഓഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ പല ഇമോഷണൽ ടോണിനനുസരിച്ച് അത് മാറി മാറി വരുന്നുണ്ട്. ടോട്ടൽ സ്റ്റാൻസ 11 ആണേ. റിമെമ്പർ ചെയ്തോണം, ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. ആ ഒരു ഓർമ്മ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് വേണം. ബിക്കോസ് നമ്മൾ ഇത് റിവൈസ് ചെയ്ത് വിടുവാണ്. അതാണ് ഇത്ര ബേസിക് ഡീറ്റെയിൽസ് പറഞ്ഞു വിടുന്നത്. ടോട്ടൽ സ്റ്റാൻസ എത്ര ആടേ? 11 ആണ്. ടോട്ടൽ ലൈൻസ് നിയർലി 205 to 206 ലൈൻസ് വരെ വരുന്നുണ്ട്. ആൻഡ് പല സ്റ്റാൻസയ്ക്കും പല ലെങ്ത് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഇറഗുലർ ലെങ്ത് ആണ്. പലപ്പോഴും 8 to 39 ലൈൻസ് വരെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മീറ്ററും റൈമും നോക്കാം. നമ്മുടെ ഇമ്മോർട്ടാലിറ്റി ഓഡിൽ വരുന്ന മീറ്ററും റൈമും ആണ്. സോ പല മീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതലും പ്രിഡോമിനന്റ്ലി അയാംബിക് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതിൽ തന്നെ പല സ്ട്രെസ്സസ് ഉണ്ട്. 2 to 5 സ്ട്രെസ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഡയമീറ്റർ ടു പെന്റാമീറ്റർ എന്ന് പറയുന്നത്. പല സ്ട്രെസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അയാംബിക് ആണ് പ്രിഡോമിനന്റ്ലി. അതിൽ തന്നെ വേരീഡ് മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഓരോ സ്റ്റാൻസയ്ക്കും പല റൈം സ്കീമും ഒക്കെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 സ്റ്റാൻസുകൾ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻസ 4ഉം സ്റ്റാൻസ 9ഉം ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻസ 4 എൻഡ് ചെയ്യുന്നത് ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം 1802 4 സ്റ്റാൻസയാണ് എഴുതുന്നത്. അപ്പൊ ഈ 4ാമത്തെ സ്റ്റാൻസയുടെ അവസാനം ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യനുമായിട്ട് ചേർന്ന് ബാക്കി സ്റ്റാൻസ് എഴുതുന്നത് 2 വർഷത്തിന് ശേഷമാണ്. 1804 അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ഇവിടെ കിടപ്പുണ്ട്. സോ സ്റ്റാൻസ 4 ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് എൻഡ്സ് വിത്ത് എ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ദാറ്റ് പ്രോംപ്റ്റഡ് ദ 2-year ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ സ്റ്റാൻസ 9 കാണുന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ലോങ്സ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻസയാണ് സ്റ്റാൻസ 9 എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോയം കാണുമ്പോൾ പോയത്തെ 3 തിമാറ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 4 സ്റ്റാൻസയിൽ ലോസ് ഓഫ് ചൈൽഡ്ഹുഡ് ആണ്. ചൈൽഡ്ഹുഡ് വിഷന്റെ ലോസിനെ പറ്റിയാണ് ആദ്യത്തെ 4 സ്റ്റാൻസയിൽ പറയുന്നത്. ലോസ് ആണ് ഇവിടെ പറയുന്നത്. ലോസ് ഓഫ് ചൈൽഡ്ഹുഡ് വിഷൻ ആണ്. പിന്നത്തെ 4 സ്റ്റാൻസയിൽ പറയുന്നത് വൈ ദിസ് ഹാപ്പൻസ്, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, വൈ വി ലോസ് ചൈൽഡ്ഹുഡ് വിഷൻ എന്നുള്ളതാണ്. പിന്നത്തെ 3യിലാണ് ഫൈനൽ 3യിലാണ് ആ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫി, നമ്മുടെ പോയത്തിൽ വരുന്ന ഫിലോസഫി പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു തീമാറ്റിക് ഡിവിഷൻ പോയത്തിലുണ്ട്. ലോസ് ഓഫ് ചൈൽഡ്ഹുഡ് വിഷൻ, വൈ ദിസ് ഹാപ്പൻസ്, ദെൻ ലാസ്റ്റ് 3യിലാണ് റെസൊല്യൂഷൻ ഫേസിലോട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം ടോട്ടൽ 4 + 4 8
+3 11 സ്റ്റാൻസയാണ് വരുന്നത്. സോ 2 പാർട്ടായിട്ടാണ് എഴുതിയിട്ടുള്ള കഥ നമ്മൾ പറഞ്ഞു. 4 സ്റ്റാൻസ 1802 അദ്ദേഹം അത് എഴുതി തീർന്നത്. എഴുതി കഴിഞ്ഞിട്ട് ആ 4 സ്റ്റാൻസ വായിക്കാനായിട്ട് ആർക്കാടെ കൊടുക്കുന്നേ? സാമുവൽ ടൈലർ കോൾറിഡ്ജിന് കൊടുക്കുന്നു. ആർക്കാണ് കൊടുക്കുന്നത്? സാമുവൽ ടൈലർ കോൾറിഡ്ജിന് കൊടുക്കുന്നു. സോ സാമുവൽ ടൈലർ കോൾറിഡ്ജ് ആണ് എന്ത് ചെയ്യുന്നത്? സ്വന്തമായിട്ട് ഒരു പോയം ഇതിന് റെസ്പോൺസ് ആയിട്ട് എഴുതുന്നുണ്ട്. അതാണ് ഡിജക്ഷൻ ആൻഡ് ഓഡ്. സോ ഇദ്ദേഹത്തിന്റെ വേർഡ്സ്വർത്തിന്റെ പോയം വായിച്ചിട്ട് തിരിച്ച് റിപ്ലൈ ആയിട്ട് എഴുതുന്നതാണ് ഡിജക്ഷൻ ആൻഡ് ഓഡ്. അത് ഏപ്രിലാണ് എഴുതുന്നത്. ഇപ്പൊ 4 സ്റ്റാൻസ ക്വസ്റ്റ്യനിൽ എൻഡ് ചെയ്യുന്നു. പിന്നീടാണ് അദ്ദേഹം 1804 ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആദ്യം പബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്? 1807. 1807 ഇത് പബ്ലിഷ് ചെയ്തപ്പോൾ ഓഡ് എന്നായിരുന്നു ടൈറ്റില്. 1815 നമ്മൾ ഈ ഓഡ് എന്ന് പറയുന്ന ടൈറ്റിൽ മാറ്റി ഇപ്പോഴത്തെ വലിയ ടൈറ്റിൽ കാണുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഇറഗുലർ പിൻഡാറിക്കോട് പറയുന്നുണ്ട്, 11 സ്റ്റാൻസാസ് പറയുന്നുണ്ട്. നമ്മൾ കോൾറിഡ്ജിന്റെ ഒരു കോൺവെർസേഷൻ പോയത്തിന്റെ ഒരു ടോൺ ഒക്കെ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ട്രഡീഷൻസ് ഒക്കെ കാണുന്നുണ്ട്. പ്രീ എക്സിസ്റ്റൻസ് വെരി ഇമ്പോർട്ടന്റ്. ഈ പോയത്തില് ബേസിക് ആയിട്ട് പറയുന്ന കാര്യങ്ങളിലൊന്ന്, കോൺസെപ്റ്റുകളിലൊന്ന് പ്രീ എക്സിസ്റ്റൻസ് ആണ്. പ്രീ എക്സിസ്റ്റൻസ്, സോള് നേരത്തെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ദ കോൺസെപ്റ്റ് ഓഫ് പ്രീ എക്സിസ്റ്റൻസ് എവിടെ പറയുന്നുണ്ട്? ഇവിടെ പറയുന്നുണ്ട്. ദ കോൺസെപ്റ്റ് ഓഫ് പ്രീ എക്സിസ്റ്റൻസ് പറയുന്നുണ്ട്. ആൻഡ് ചൈൽഡ് ആണ് ഈ ലോകത്തിലേക്കും ഏറ്റവും ബെസ്റ്റ് ഫിലോസഫർ എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്, അല്ലെ? ചൈൽഡ് ഇസ് ദി ഫാദർ ഓഫ് മാൻ എന്ന് പറയുന്നുണ്ട്. അതിന് നമ്മുടെ കോൾറിഡ്ജ് പിന്നീട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഡിസ്കഷൻസ് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഡൊറോത്തി വേർഡ്സ്വർത്തിന്റെ ദ ഗ്രാസ്മിയർ ജേർണലില് പറയുന്നുണ്ട്, ഒരു ദിവസം രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് 27 മാർച്ചിന് 1802 ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പുള്ളിക്ക് പെട്ടെന്ന് ഒരു ബോധോദയൊക്കെ വന്നിട്ട് എഴുതുന്നത്. അങ്ങനെ 4 സ്റ്റാൻസ എഴുതുന്നു. എന്നിട്ട് ആ ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, വേർ ഈസ് ഇറ്റ് നൗ ദ ഗ്ലോറി ആൻഡ് ദ ഡ്രീം? ഇപ്പൊ എവിടെയാണ് ആ ചൈൽഡ്ഹുഡിന്റെ ഗ്ലോറി ആൻഡ് ഡ്രീം എന്നാ ചോദിക്കുന്നത്. വേർ ഈസ് ഇറ്റ് നൗ ദ ഗ്ലോറി ആൻഡ് ദ ഡ്രീം എന്നാ ചോദിക്കുന്നത്. ആ ചൈൽഡ്ഹുഡിന്റെ ആ വിഷന്റെ ഗ്ലോറി എവിടെ പോയി? ഈ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ആണ് പിന്നെ അദ്ദേഹത്തിന് പൂരിപ്പിക്കാൻ പറ്റാതെ 2 വർഷത്തെ ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, 1804 വരെ 4 സ്റ്റാൻസ മാത്രമായിട്ടാണ് ഇരുന്നത്. അതിന്റെ റിപ്ലൈ ആണ് ഡിജക്ഷൻ ആൻഡ് ഓഡ് വരുന്നത്. ആരെഴുതി? കോൾറിഡ്ജ് എഴുതി. ഓക്കെ, ഇനി ആദ്യമായിട്ട് 1804 കളക്ഷൻ ഓഫ് പോയംസ് ഇൻ 2 വോളിയത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്ത് വരുന്നത്. അതിന്റെ ടൈറ്റിലും നമുക്കറിയാം എന്താണെന്നുള്ളത്, നമുക്ക് അറിയാവുന്ന ടൈറ്റിലാണ്. ഓടെന്ന് മാത്രമേ ഉള്ളായിരുന്നു, അല്ലെ? പിന്നെ വേർഡ്സ്വർത്ത് ആണ് എപ്പിഗ്രാഫ് ആഡ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് 2 എപ്പിലോഗ് ആണ് വരുന്നത്. 2 എപ്പിഗ്രാഫ് ആണ് കേട്ടോ. 2 എപ്പിഗ്രാഫ് ആണ്. ഫസ്റ്റ് വൺ മൈ ഹാർട്ട് സ്ലീപ്സ് അപ്പിൽ നിന്നുള്ള എപ്പിഗ്രാഫ് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ തന്നെ ഈ ഒരു സെന്റൻസ് വരുന്നുണ്ട്. ലാറ്റിൻ ഫ്രേസ് ആണ്. പൗലോ മെജോറ കനാമസ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് കൂടി വരുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ഇത്രയൂടെ ചേർന്നിട്ടാണ് എപ്പിഗ്രാഫ് വരുന്നത് കേട്ടോ. ഇത് ഇത്രയൂടെ ചേർന്നിട്ടാണ് എപ്പിഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പം 2 എപ്പിഗ്രാഫുകളാണ് ഒന്നിച്ചാണ് വരുന്നത്. മൈ ഹാർട്ട് ലീപ്സ് അപ്പ് എന്നുള്ള ലൈൻസിന്റെ കൂടെ ഈ ഒരു ലാറ്റിൻ ഫ്രേസ് കൂടെ ചേർത്തിട്ടാണ്. ഈ ലാറ്റിൻ ഫ്രേസ് എടുത്തിരിക്കുന്നത് വിർജിലിന്റെ എക്ലോഗ് 4 നിന്നാണ്. ലെറ്റ് us sing a somewhat loftier song എന്നാണ് ഇതിന്റെ ഒരു മീനിങ്. അപ്പൊ അതുകൂടെ ചേർത്തിട്ടാണ് എപ്പിഗ്രാഫ് വരുന്നത് കൂടി ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടുത്തെ ഡൊറോത്തിയോ അല്ലെ വേറെ വേർഡ്സ്വർത്തിന്റെ ലവിനെയോ ഒന്നും അല്ല ഈ ഒരു ഓഡില് അഡ്രസ് ചെയ്യുന്നത്. നമ്മുടെ വേർഡ്സ്വർത്തിനെ തന്നെയാണ്, അല്ലെ? റൈറ്ററെ തന്നെയാണ്. ബട്ട് ഓൺ ഹിംസെൽഫ് അദ്ദേഹത്തിന്റെ ആ ഒരു ഈഗോയിസ്റ്റിക്കൽ സപ്ലൈമിനെ പറ്റിയൊക്കെ റെഫറൻസുകളുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മേജർ ക്രിറ്റിസിസം ആണ്. ബൈറൺ ആണ് പറഞ്ഞത്, ഈ കളക്ഷനിൽ എന്തില്ല? ലിറിക്കൽ ബാലൻസിൽ നമ്മൾ കാണുന്ന ക്വാളിറ്റി ഒന്നും ഇല്ല. വേർഡ്സ്വർത്തിന്റെ തനത് ക്വാളിറ്റി ഒന്നും ഈ വർക്കിനില്ല. ദാറ്റ് കളക്ഷൻ ലാക്ക്ഡ് ദ ക്വാളിറ്റി ഫൗണ്ട് ഇൻ ലിറിക്കൽ ബാലൻസ്. അതൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ആ വേർഡ്സ്വർത്തിന്, ഇതൊക്കെ വേർഡ്സ്വർത്തിന്റെ ജസ്റ്റ് ഇന്നസെന്റ് ഡൗട്ട്സ് അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിൽ കാര്യമൊന്നും ഇല്ല. അല്ലെങ്കിൽ വേർഡ്സ്വർത്തിൽ നമ്മൾ കണ്ട ആ ഒരു കവിതയുടെ ഒരു ആഴമൊന്നും അദ്ദേഹത്തിന്റെ ഈ വർക്കുകളിലില്ല. ലിറിക്കൽ ബാലൻസിൽ നമ്മൾ കണ്ട വേർഡ്സ്വർത്തിന്റെ പ്രഭാവം ഒന്നും അവിടെ ഇല്ല എന്ന് പറയുന്നതാണ് ആര്യ ബൈറൺ പറഞ്ഞത്. പിന്നെ ക്ലെൻത് ബ്രൂക്സ്, നമുക്കറിയാം വെൽ ബ്രോട്ട് ഓൺ എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെ? ബുക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ബുക്കിൽ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിന്റെ അകത്ത് ഈ ഇന്റിമേഷൻസിനെ യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് പാരഡോക്സിക്കൽ കാര്യങ്ങളും ലാംഗ്വേജും ഒക്കെ നല്ല വൃത്തിയായിട്ടാണ്, സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മുടെ ആര് യൂസ് ചെയ്തിട്ടുള്ളത്, വേർഡ്സ്വർത്ത് യൂസ് ചെയ്യുന്നതെന്ന് ക്ലെൻത് ബ്രൂക്സ് പറയുന്നുണ്ട്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന വർക്ക്, നമ്മളിപ്പോ ബേസിക് ഡീറ്റെയിൽസ് കണ്ടുപോവാണ്.
അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വർക്കാണ് സാമുവൽ കോൾറിഡ്ജിന്റെ കുബ്ല ഖാൻ. ഏത് വർക്കാടെ? കുബ്ല ഖാൻ. സോ ദിസ് ഈസ് ആക്ച്വലി ഒത്തിരി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പോയമാണ് അല്ലെ, മച്ച് സെലിബ്രേറ്റഡ് പോയമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, എഴുതിയ വർഷവും പബ്ലിഷ് ചെയ്ത വർഷവും രണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. റിട്ടൺ ഇൻ 1797 ആൻഡ് പബ്ലിഷ്ഡ് ഇൻ 1860. നോക്കിക്കേ, റിട്ടൺ ഇൻ 1797 ആൻഡ് പബ്ലിഷ്ഡ് ഇൻ 1860. ഇത്രയും വർഷത്തെ വ്യത്യാസമുണ്ട്. എന്താ ഇദ്ദേഹം പബ്ലിഷ് ചെയ്യാതിരുന്നത്? ഒരു ഫ്രാഗ്മെന്റ് അല്ലെ, കുറച്ചേ ഉള്ളൂ. അപ്പൊ പുള്ളിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നീട് ബൈറൺ പറഞ്ഞിട്ടാണ് പുള്ളി ഇത് പബ്ലിഷ് ചെയ്തത്. സോ 1797 എഴുതപ്പെടുന്നു, 1816 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഒപ്പിയം ഇൻഫ്ലുവൻസ്ഡ് ഡ്രീമില് അദ്ദേഹം ഒരു സ്റ്റേറ്റ്ലി പ്ലഷർ ഡോം സാനഡൂലുള്ള ഒരു സ്ഥലം കാണുന്നു. അവിടെ കുബ്ല ഖാൻ ആയിരുന്നു രാജാവ്. ആൻഡ് അവിടുത്തെ കുറെ ഇമേജറീസും ഒക്കെ കാണുന്നുണ്ട്. ഹോളി റിവേഴ്സ്, അതുപോലെ തന്നെ യൂസേജിലുള്ളതാണ് സൺലെസ് സീ അല്ലെ, അങ്ങനത്തെ പ്രത്യേക കുറെ കാഴ്ചകളൊക്കെ ഇദ്ദേഹം കാണുന്നുണ്ട്. സോ ആരാണ് ഓദർ? സാമുവൽ ടൈലർ കോൾറിഡ്ജ് ആണ്. അദ്ദേഹം ഒരു ഡ്രീമിന് ശേഷം ഒരു ഡ്രീം, ഒരു സ്വപ്നം കണ്ട് അത് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നു, എന്നിട്ട് എണീറ്റിരുന്ന് എഴുതുന്നതാണ് അല്ലെ. അതാണ് ദ ഹോൾ വർക്ക് ഈസ് എബൌട്ട്. നമ്മുടെ തൊട്ട് താഴെ തന്നെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ലിങ്കും വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കും കൊടുത്തിട്ടുണ്ട്. 2 കമ്മ്യൂണിറ്റി ലിങ്കിലും ഈ ഒരു PDF നമ്മൾ ഷെയർ ചെയ്യും കേട്ടോ. സോ സെറ്റിംഗ് എന്ന് പറയുന്നത് സാനഡു ആണ്. സാനഡൂലാണ് സെറ്റിംഗ്. അവിടെ ഫോറസ്റ്റ് ഉണ്ട്, സേക്രഡ് റിവർ ഉണ്ട്. റിവറിന്റെ പേരെന്താ? ആൽഫ് ആണ്. സ്ട്രക്ചർ, നമ്മുടെ ഈ ഒരു വർക്കില് ടോട്ടൽ എത്ര ലൈൻസ് ഉണ്ടേ? 54 ലൈൻസ്. ടോട്ടൽ എത്ര ലൈൻസ് ആ ഉള്ളത്? 54 ലൈൻസ് ആണ്. ഡിവൈഡഡ് ഇൻറ്റു 3 സ്റ്റാൻസ. 54 ലൈൻസിനെ നമ്മൾ 3 സ്റ്റാൻസ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 54 ലൈൻസ് ഡിവൈഡഡ് ഇൻറ്റു 3 സ്റ്റാൻസാസ്. സോ ഇതിന്റെ അകത്ത് തന്നെ ഷിഫ്റ്റിംഗ്, മ്യൂസിക്കൽ, ഡ്രീം ലൈക്ക് ടോൺസ് ഒക്കെ ഉണ്ട്. ആൻഡ് പവർഫുൾ ഹ്യൂമൻ ഇമാജിനേഷൻ. ഹ്യൂമൻ ഇമാജിനേഷന്റെ അങ്ങേയറ്റം, നേച്ചറിന്റെ ബ്യൂട്ടി, ക്രിയേറ്റിവിറ്റി, സബ്ലൈം, ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഫേമസ് ഇമേജറീസ് ഒരുപാട് ഈ വർക്കിലുണ്ട്. എസ്പെഷ്യലി സണ്ണി പ്ലഷർ ഡൂം വിത്ത് കേവ്സ് ഓഫ് ഐസ് അല്ലെ, ഐസ് വെച്ചിട്ടുള്ള കേവ്സ്. ആൻസിസ്ട്രൽ വോയിസ്, അവരെന്തോ പറയുന്ന വാറിനെ പറ്റി പറയുന്നു. സോ അത്തരത്തിലുള്ള വിവിഡ് ഇമേജറീസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ അതിന്റെ ബേസിക് സ്റ്റോറിയിലോട്ട് പോയാൽ, അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഇഷ്യൂസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒപ്പിയം എടുക്കുമായിരുന്നു, എന്നിട്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങിയ സമയത്ത് അദ്ദേഹം കുബ്ല ഖാനെ പറ്റിയുള്ള ഒരു പാസേജ് വായിച്ചുകൊണ്ടിരുന്നേ ഉറങ്ങിയപ്പോ. അപ്പൊ എണീക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട കുറെ ലൈൻസ് അദ്ദേഹം എഴുതി വെച്ചു. പക്ഷെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം ഇന്ററപ്റ്റഡ് ആയിപ്പോയി. അദ്ദേഹത്തെ വേറൊരാൾ വന്ന് വിളിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ 3 സ്റ്റാൻസ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ടോട്ടൽ ലൈൻസിൽ 3 സ്റ്റാൻസ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ കാണുന്നത് ആ പാലസിന്റെ സറൗണ്ടിങ്സ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് സ്റ്റാൻസയിൽ വൈൽഡ്, ആ ഒരു സേക്രഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കാണിക്കുന്നു. മൂന്നാമത്തേല് ആ മെയ്ഡിന്റെ റെഫറൻസുകളും ക്രിയേറ്റീവ് പവർ ഓഫ് പോയട്രി ഒക്കെയാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റാൻസയിൽ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. So, Kubla Khan, A Vision in a Dream is a poem written by Samuel Taylor Coleridge, completed in 1797 and published in 1860. ഈ 2 വർഷവും നമ്മൾ പഠിച്ചു അല്ലെ. ഇതിന്റെ സബ് ടൈറ്റിൽ എന്താണ്? എ വിഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. എ വിഷൻ ഇൻ എ ഡ്രീം എന്നും അറ്റ് ദ സെയിം ടൈം ഫ്രാഗ്മെന്റ് എന്നും നമ്മൾ പറയാറുണ്ട്. എ വിഷൻ ഇൻ എ ഡ്രീം അറ്റ് ദ സെയിം ടൈം ഫ്രാഗ്മെന്റ് എന്നും പറയാറുണ്ട്. സോ കുബ്ല ഖാന്റെ പ്രിഫസിൽ കോൾറിഡ്ജ് തന്നെ പറയുന്നത് അദ്ദേഹം ഒരു ഒപ്പിയം ഇൻഫ്ലുവൻസ്ഡ് നൈറ്റിൽ എഴുതുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത്തരം ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ പൊർലോക്കി എന്ന് വന്ന അല്ലെ, പൊർലോക്കി എന്ന് വന്ന ഒരാൾ വന്ന് തട്ടി ഉണർത്തു അയാളെ. അവരുടെ ഡോറിൽ ഇയാൾ ഇങ്ങനെ ഉറങ്ങിക്കിടന്നപ്പോൾ ഈ ഡ്രീം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആണ് ഈ ഒരു അയാൾ എന്ത് ചെയ്തത്, അയാൾ അതിന്റെ ഇടയ്ക്ക് നിന്ന് ഡിസ്റ്റർബ്ഡ് ആയത്. പൊർലോക്കി എന്ന് വന്ന ഒരാൾ എന്ത് ചെയ്തതാ, അദ്ദേഹത്തിനെ വേറൊരു കാര്യത്തിന് വിളിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മൈൻഡിൽ നിന്ന് ആ സംഭവങ്ങൾ പോയതാണ്. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. കംപ്ലീറ്റ് ചെയ്തായിരുന്നെങ്കിൽ 200 to 300 ലൈൻസ് വന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ബൈറന്റെ നിർബന്ധ പ്രകാരമാണ് ഇത് പബ്ലിഷ് ചെയ്തത്. നിങ്ങൾക്കറിയാം ബൈറന് ഒരു പബ്ലിഷർ ഉണ്ട്. ആ ബൈറന്റെ പബ്ലിഷർ തന്നെയാണ് ഈ വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ സ്റ്റാൻസ 1 റിവർ ആൽഫ് റെഫറൻസുകൾ, 2 ആ ഒരു എങ്ങനെയാണ് അത് ഉരുവം കൊണ്ടത്, ആ ഒരു എക്സ്പ്ലോഷനെ പറ്റി പറയുന്നുണ്ട്. 3rd സ്റ്റാൻസയിലാണ് ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഡൾസീമർ എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്ന ഒരു വിമന്റെ വിഷൻ ഉള്ളത്. അപ്പൊ ബൈറൺ ആണ് നമ്മുടെ കോൾറിഡ്ജിനെ നിർബന്ധിച്ച് എന്ത് ചെയ്തിരിക്കുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 12th April 1816
ജോൺ മുറേ ഈസ് ആക്ച്വലി ദ പബ്ലിഷർ ഓഫ് ബൈറൺ. ബൈറന്റെ പബ്ലിഷർ ആണ്. അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരം ഇത് പബ്ലിഷ് ചെയ്ത് വരാൻ കോൺട്രാക്ട് ആവുന്നത്. സോ ഉറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് എഴുതിയത് സാമുവൽ പർച്ചേഴ്സ് ആണ് കേട്ടോ. സാമുവൽ പർച്ചേഴ്സ് ആണ് ആ ബുക്ക് എഴുതിയത്. 1613 എഴുതിയ ബുക്കാണ്, പബ്ലിഷ് ചെയ്ത ബുക്കാണ്. ആ ബുക്കാണ് വായിച്ചുകൊണ്ടിരുന്നത്. ബുക്കിന്റെ പേര് പിൽഗ്രിംസ് എന്നാണ്. പിൽഗ്രിംസ് എന്ന് പറയുന്ന ബുക്ക് വായിച്ചുകൊണ്ട് ഇരുന്നപ്പോഴാണ് പുള്ളി ഉറങ്ങിപ്പോയത്. അതിൻ്റെ അകത്താണ് സാനഡുവിനെ പറ്റിയും കുബ്ലാ ഖാനെ പറ്റിയുള്ള റെഫറൻസുകളൊക്കെ വരുന്നത്. അതും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി നമ്മൾ ഈ ഒരു വർക്കിലേക്ക് കുബ്ലാ ഖാനിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അസണൻസും അലിട്രേഷനും റെപ്പറ്റേറ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അസണൻസും അലിട്രേഷനും ക്വസ്റ്റ്യൻ വരാനായിട്ട് സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ലൈനിൽ തന്നെ ആ അസണൻസും അലിട്രേഷനും നമ്മൾ കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ആ ഒരു സാനഡു ഡിഡ് കുബ്ലാ ഖാൻ, ഇൻ സാനഡു ഡിഡ് കുബ്ലാ ഖാനിൽ ഈ പറയുന്ന സ്ട്രെസ് സൗണ്ടും ഒക്കെ വരുന്നുണ്ട്, അസണൻസ് വരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി നമ്മൾ കാണുന്നത് T.S. എലിയറ്റ് ഭയങ്കര ക്രിറ്റിസിസം ആണ്. ബിക്കോസ് T.S. എലിയറ്റിന്റെ ഒക്കെ കാലഘട്ടത്തിൽ കുബ്ലാ ഖാൻ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുവാണ്. ആ ഒരു റൊമാൻറ്റിക് ഏജിലെ റൈറ്റേഴ്സിനോട് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നു, അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നു. സോ T.S. എലിയറ്റ് അറ്റാക്ക് ദ റെപ്യൂട്ടേഷൻ ഓഫ് കുബ്ലാ ഖാൻ. കുബ്ലാ ഖാന്റെ റെപ്യൂട്ടേഷനെ തന്നെ അറ്റാക്ക് ചെയ്തു T.S. എലിയറ്റ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഏത് വർക്കിലാ? ഒറിജിൻ ആൻഡ് യൂസസ് ഓഫ് പോയട്രിയിലാണ് പറയുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാജറേറ്റഡ് റെപ്യൂട്ടേഷൻ ആണ്. കുബ്ലാ ഖാന്റെ വർക്കിന്റെ അകത്തെ മിസ്റ്റിക്കൽ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അതിനിപ്പോ നമ്മൾ കൊടുക്കുന്ന റെപ്യൂട്ടേഷൻ അൺവാണ്ടഡ് റെപ്യൂട്ടേഷൻ ആണ്. ദാറ്റ് ഈസ് അത് ഒരു ഫ്രാഗ്മെന്റ് ആണ്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ കുബ്ലാ ഖാനെ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് T.S. എലിയറ്റ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ സെക്കൻഡ് വർക്കിനെ പറ്റി നോക്കുന്നത്. എഗൈൻ റിവിഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓടിപ്പോകുന്നത്, സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ വേണമെങ്കിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് ജോൺ കീറ്റ്സിന്റെ ഓഡ് ടു എ നൈറ്റിംഗേൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത വർക്ക് അല്ലെ. ഓഡ് ടു എ നൈറ്റിംഗേൾ നമ്മൾ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ ഏജിലാണ് നിൽക്കുന്നത്. സോ ഓഡ് ടു എ നൈറ്റിംഗേൾ ദിസ് ഈസ് ആക്ച്വലി എ പോയം ബൈ ജോൺ കീറ്റ്സ്. അത് അദ്ദേഹത്തിന്റെ 1819 ഓഡ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. 18-19 ഓഡ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് 1890. ഓക്കെ, ആ കാലഘട്ടത്തിലെ വർക്ക്സ് ആണ്. സോ ഇവിടെ ഇറ്റ് വാസ് റിട്ടൺ എയ്തർ ഇൻ ദ ഗാർഡൻ ഓഫ് ദ സ്പാനിയാർഡ്സ് ഇൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വെൻവോർത്ത് പാലസ്, ഇവിടെ എവിടെയോ വെച്ചിട്ടാണ് ഇത് എഴുതിയത് എന്ന് പറയപ്പെടുന്നു. അതൊന്നും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയില്ല. ഒരു ബേർഡിന്റെ സോങ്ങിൽ നിന്നാണ് റിയൽ ലൈഫിൽ ഇത് ഇൻസ്പയർ ആയത് കേട്ടോ. ഒരു ബേർഡിന്റെ സോങ്ങിൽ നിന്നാണ് റിയൽ ലൈഫിൽ നിന്ന് ഇത് ഇൻസ്പയർഡ് ആയത്. ആൻഡ് ഏനൽസ് ഓഫ് ദി ഫൈൻ ആർട്സിലാണ് ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ അത്രയും ഒന്ന് ഓർത്തിരിക്കണം. അതിൻ്റെ അത് ഇയർ നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് 1890. Ode to a Nightingale is a personal poem which describes Keats' journey into the state of negative capability. അല്ലെ, ഈ ഓഡ് ടു എ നൈറ്റിംഗേളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി. നമ്മൾ അതിനെ പറ്റിയൊക്കെ ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് കേപ്പബിലിറ്റി വരുന്ന ഒരു വർക്കാണ് ഓഡ് ടു എ നൈറ്റിംഗേൾ എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് 1890 ഏപ്രിലോ മെയ്യിലോ ആണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. ആ 2 മാസത്തിൽ എപ്പോഴോ ആണ് എഴുതപ്പെട്ടിട്ടുള്ളത്. പിന്നീടാണ് അദ്ദേഹത്തിന്റെ, നമ്മൾ ആദ്യം വേറെ ഒരിടത്താണ് ഇത് പബ്ലിഷ് ചെയ്ത് വന്നതെന്ന് കാണുന്നു. പിന്നീടാണ് കളക്ഷൻ, നമ്മുടെ ലാമിയ ഇസബെല്ല ഈവ് ഓഫ് സെന്റ് ആഗ്നസ് കളക്ഷനിൽ ഇത് പബ്ലിഷ് ചെയ്ത് വരുന്നത്. അത് വരുന്നത് 1820 സോ 1890 നമ്മൾ ഇവിടെ ആനൽസ് ഓഫ് ദി ഫൈൻ ആർട്സിൽ പബ്ലിഷ് ചെയ്ത് വരുന്നത്. ശേഷം 1820 നമ്മൾ എവിടെ കാണുന്നത്? ലാമിയ ഇസബെല്ല ഈവ് ഓഫ് സെന്റ് ആഗ്നസിൽ നമ്മളിത് കാണുന്നത്. സോ ഇവിടെ പെട്രാർക്കിയൻ സോണറ്റിന്റെയും ഒപ്പം ഷേക്സ്പീരിയൻ സോണറ്റിന്റെയും കോമ്പിനേഷനിലാണ് ഈ പോയം എഴുതി പോയിട്ടുള്ളത്. നെഗറ്റീവ് കേപ്പബിലിറ്റി എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ആര് കൊണ്ടുവന്ന ടേം ആണ്? ജോൺ കീറ്റ്സ് 1870 കൊണ്ടുവന്ന ടേം ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ കീറ്റ്സ് ഇവിടെ ഒരു ഷോർട്ടും ലോങ് വവലും ശ്രദ്ധിച്ചോണേ, ഷോർട്ട് വവലും ലോങ് വവലും കൂടി ചേർത്ത് ലൈൻസ് കമ്പോസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ ഒരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ലൈൻ 18. ലൈൻ 18 ആൻഡ് പർപ്പിൾ സ്റ്റെയിൻഡ് മൗത്ത് എന്ന് പറയുന്ന ഫ്രേസ് ഉണ്ട്. അതുപോലെ തന്നെ ലൈൻ 31 എവേ എവേ ഫോർ ഐ വിൽ ഫ്ലൈ ടു ദീ, അതിലും ഈ ലോങ് പ്ലസ് ഷോർട്ട് വവൽസിന്റെ കോമ്പിനേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അസണൻസ്. അസണൻസ് റെപ്പറ്റേറ്റീവ് ആയിട്ട് ഈ ഒരു വർക്കിൽ വരുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ലൈൻ 35 ആണ്. ലൈൻ 35 ഓൾറെഡി വിത്ത് ദി ടെൻഡർ ഈസ് ദ നൈറ്റ് എന്ന് പറയുന്ന ലൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈൻ 41
ഐ കനോട്ട് സീ വാട്ട് ഫ്ലവേഴ്സ് ആർ അറ്റ് മൈ ഫീറ്റ്. എനിക്ക് കാണാൻ വയ്യ ഏതൊക്കെ ഫ്ലവേഴ്സ് എന്റെ ഫീറ്റിലുള്ളത് എന്നുള്ളത്. സോ അവിടെയൊക്കെ അസൊണൻസിന്റെ റെപ്പറ്റേഷൻ വരുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പഠിക്കുമ്പം ആ എക്സാമ്പിൾസ് ഒക്കെ നല്ല റിജിഡ് ആയിട്ട് പഠിച്ചു പോവുക. പിന്നെ അതുപോലെ തന്നെ ബ്രേക്സ് വരുന്നുണ്ട്, ഡബിൾ ഓർ ട്രിപ്പിൾ. ഓക്കെ, ബ്രേക്സ് വരുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ലൈൻ 45 ആണ്. ദ ഗ്രാസ്, ദ തിക്കറ്റ് ആൻഡ് ദ ഫ്രൂട്ട് ട്രീ. ഇപ്പൊ ഡബിൾ ബ്രേക്സ് വരുന്നതുണ്ട്, ട്രിപ്പിൾ ബ്രേക്സ് വരുന്നതുണ്ട്. പിന്നെ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ടേം എന്ന് പറയുന്നത് ഇവിടെ ബി, പി, വി ഈ മൂന്ന് സൗണ്ട് വെച്ച് ബിഗിൻ ചെയ്യുന്ന ആ ഒരു വേർഡ്സ് ബിഗിനിങ് വിത്ത് ദ കൺസണൻസ്, എസ്പെഷ്യലി ഏത് കൺസണൻസും ആവാം, അതിൽ തന്നെ ബി, പി, വി ഈ മൂന്ന് സൗണ്ട് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള റെഫറൻസുകളും ലിറ്റററി ഡിവൈസസിന്റെ റെഫറൻസുകളും ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഇനി 1936 FR ലിവിസിന്റെ ക്രിറ്റിസിസം ആണ്. പുള്ളി പറയുന്നത് ലൈക്ക് നമുക്കതൊരു റെക്കോർഡിംഗ് ആയിട്ട് വായിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഒരു റീഡറിന്റെ ആസ് ബീയിങ് ഫോർ ദ റീഡർ നമുക്കത് നമ്മുടെ ഒരു ലൈക്ക് ഒരു മിക്സ് ആണ്, നമുക്ക് ഒരു മിക്സ് ഇമോഷൻ ആണ് നമുക്ക് ഈ പോയത്തിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ്. പിന്നീട് ക്ലെന്ത് ബ്രൂക്സ് പറയുന്നുണ്ട് ഇതൊരു വെരി റിച്ച് പോയം ആണ് എന്ന് പറയുന്നുണ്ട്. വെരി റിച്ച് പോയം ആണെന്ന് പറയുന്നുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബ്രൂക്സ് പിന്നെ നമുക്ക് പഠിക്കാനുള്ള വെൽബ്രോട്ടോണിൽ പറയുന്നുണ്ട് തിമാറ്റിക്കലി യൂണിഫൈഡ് ആണ് ഈ പോയം എന്നും പറയുന്നുണ്ട്. തിമാറ്റിക്കലി യൂണിഫൈഡ് ആണ്. നമ്മളത് അവിടെ പഠിച്ചതാണ് അല്ലേ. ഏൺ എന്ന് പറയുന്നത് എന്താണ്? ഏണിന്റെ അകത്ത് ആഷസ് ആണ്, പക്ഷെ അതിന്റെ പുറത്ത് എന്താണ്? ഇതിനെല്ലാം കൂടെ എവിടെ വെച്ചാണ് ബന്ധിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വെൽബ്രോട്ടോണിൽ പറയുന്നുണ്ട്. അവിടെയും കീറ്റ്സിന്റെ റെഫറൻസ് വരുന്നുണ്ട്. വെരി റിച്ച് പോയം എന്നാണ് ക്ലെന്ത് ബ്രൂക്സ് പറയുന്നത്. FR ലിവിസ് പറയുന്നത് ഒരു മിക്സ് ഇമോഷൻ ആണ് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് പെട്ടെന്ന് പോവാം. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് PB ഷെല്ലിയുടെ ഓഡ് ടു എ വെസ്റ്റ് വിൻഡ് ആണ്. എന്താണ് ഓഡ് ടു എ വെസ്റ്റ് വിൻഡ് ബൈ PB ഷെല്ലി. ആൻഡ് 1819 ഇത് എഴുതുന്നത്. ഫ്ലോറൻസ്, ഇറ്റലിയിൽ അടുത്തുള്ള സ്ഥലത്താണ് കമ്പോസ് ചെയ്യുന്നത്. ആൻഡ് 1820 പബ്ലിഷ് ചെയ്ത് വരുന്നത്. പബ്ലിഷറിന്റെ പേര് ചാൾസ് ഒലിയർ. ആക്ച്വലി ഇതിന്റെ കൂടെ ഒരാളൂടെ ഉണ്ട്, എന്നാലും യൂഷ്വലി നമ്മൾ ചാൾസ് ഒലിയർ ആണ് പറയുന്നത്. കളക്ഷന്റെ പേര് പ്രൊമിത്തിയസ് അൺബൗണ്ടിന്റെ കൂടെ, നിങ്ങൾക്കറിയാം പ്രൊമിത്തിയസ് അൺബൗണ്ട് ഒരു ലിറിക്കൽ ഡ്രാമയാണ്. അതിന്റെ കൂടെ കുറച്ച് പോയംസ് കൂടെ ഉണ്ടായിരുന്നു. ആ പ്രൊമിത്തിയസ് അൺബൗണ്ടിന്റെ കൂടെ വന്ന പോയമാണ് ഓഡ് ടു വെസ്റ്റ് വിൻഡ് എന്ന് പറയുന്നത് കേട്ടോ. പ്രൊമിത്തിയസ് അൺബൗണ്ടിന്റെ കൂടെ വന്ന പോയമാണ് പ്രൊമിത്തിയസ് അൺബൗണ്ട് എന്ന് പറയുന്നത്. സോ മറ്റെല്ലാ കാര്യത്തിനെക്കാട്ടിലും അയാൾക്ക് ഒരു റവല്യൂഷണറി സ്പ്രെഡും സ്പിരിറ്റും ഒക്കെ വരുന്നുണ്ട്. ആൻഡ് പോയം എന്ന് പറയുന്നത് പിന്നെ വേറെ കുറച്ച് ആൾക്കാർ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു മകൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു, വില്യം. ഓക്കെ, മേരി ഷെല്ലിയിൽ ഇദ്ദേഹത്തിന് ജനിച്ച വില്യം എന്ന് പറഞ്ഞ കുട്ടിയുടെ മരണത്തിൽ ഉള്ള ഒരു വിഷമവും ഒരു സങ്കടവും ഈ പോയത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. അത് 1890 സംഭവിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇതൊക്കെയാണ് ബേസിക് ഡീറ്റെയിൽസ്. പബ്ലിഷ് ചെയ്ത് വന്ന വർഷം, അതിന്റെ അകത്തെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അകത്ത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളും ധാരാളമായിട്ടുണ്ട്. പീറ്റർലൂ ഇൻസിഡൻസ് ഒക്കെ അല്ലെ, ഓഗസ്റ്റ് 1890 നടന്ന പീറ്റർലൂ ഇൻസിഡൻസിന്റെ ഒക്കെ ഉറപ്പായിട്ടും സ്വാധീനം ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബിക്കോസ് ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം എഴുതിയ അനർക്കിയുടെ മാസ്ക്, പിന്നെ പ്രൊമിത്തിയസ് അൺബൗണ്ട്, ഇംഗ്ലണ്ട് ഇൻ 1890 ഇതൊക്കെ റവല്യൂഷണറി ഒരു സ്പിരിറ്റ് ഉള്ള വർക്കുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതും ആ ഒരു റവല്യൂഷണറി ടൈപ്പ് ഓഫ് വർക്ക് ആണ് എന്നുള്ളത് നമുക്കറിയാം. പീറ്റർലൂ ഇൻസിഡൻസ് ഉറപ്പായിട്ടും അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ ഇനി നമ്മൾ ക്രിറ്റിസിസത്തിലോട്ടാണ് പോകുന്നത്. ഹാരൽഡ് ബ്ലൂമിന്റെ ക്രിറ്റിസിസം ആണ്. ഓഡ് ടു വെസ്റ്റ് വിൻഡില് 2 types ഓഫ് ഓഡ് ട്രഡീഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിൻഡാരിക് ഓഡ് ട്രഡീഷൻസും ഹൊറേഷ്യൻ ഓഡ് ട്രഡീഷൻസും. നോക്കിക്കേ, പിൻഡാരിക് ഓഡ് ട്രഡീഷൻസും ഒപ്പം ഹൊറേഷ്യൻ ഓഡ് ട്രഡീഷൻസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് ഹാരൽഡ് ബ്ലൂം പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ പറയുന്നത് ഓഡ് ടു വെസ്റ്റ് വിൻഡ് ആണ്. ഓഡ് ടു വെസ്റ്റ് വിൻഡിന്റെ അകത്ത് 5 sections ആണ് ഉള്ളത്. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഡ് ടു വെസ്റ്റ് വിൻഡിന്റെ അകത്ത് 5 sections ആണ്. ആൻഡ് ഇതിന്റെ അകത്ത് ഈ 5 sectionsന് നമുക്ക് വേണമെങ്കിൽ 5 cantos എന്ന് പറയാം. ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് ടേഴ്സ റിമയിലാണ്. ടേഴ്സ റിമയുടെ റൈം സ്കീം നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. ഓക്കെ, അതിന്റെ അകത്തെ റൈം സ്കീം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ABA, BCB, CDC, DED. അതുപോലെ തന്നെ എൻഡിങ്ങിൽ ഒരു റൈമിംഗ് കപ്ലറ്റും ഉണ്ട്. EE എന്ന് പറയുന്ന കപ്ലറ്റും വരുന്നുണ്ട്. അയാംബിക് പെന്റാമീറ്ററിലാണ് വർക്ക് എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിച്ചോണേ, ഇത് പ്രിന്റ് ഔട്ട് എടുത്ത് മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ വായിച്ചു നോക്കണം. ക്വസ്റ്റ്യൻ വരാം. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സിലബസിന്റെ ഒരു വലിപ്പം വെച്ചിട്ട് നമ്മൾ അതിനെ ഇങ്ങനൊക്കെ അനലൈസ് ചെയ്ത്
ഇങ്ങനെയൊക്കെ ഡീകോഡ് ചെയ്തെടുത്താലേ നമുക്ക് പരീക്ഷയ്ക്ക് അത്രമാത്രം കോൺഫിഡൻസോടുകൂടി പോവാൻ പറ്റത്തുള്ളൂ. ഇനി പോയത്തിന്റെ അകത്ത് വിൻഡ് എർത്തിൽ എന്താ ചെയ്യുന്നത്, എയറിൽ എന്താ ചെയ്യുന്നത്, ഓഷനിൽ എന്താ ചെയ്യുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസും ഒക്കെയാണ് പറയുന്നത്. വിന്റർ വന്നിട്ടുണ്ടെങ്കിൽ സ്പ്രിങ് വരും, സ്പ്രിങ് ഈസ് എന്താ ഒത്തിരി ദൂരെ അല്ല എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഒപ്റ്റിമിസ്റ്റിക് നോട്ട് ഒക്കെ പറയുന്നുണ്ട്. ഒരു ദുഃഖം വന്നാൽ ഒരു സുഖം വരുമെന്ന് പറയുന്നത് പോലെ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ സ്റ്റാൻസ് തുടങ്ങുന്നത് അലിട്രേഷനിലാണ്. വൈൽഡ് വെസ്റ്റ് വിൻഡ് ആദ്യത്തെ ലൈനിൽ തന്നെ നമ്മൾ അലിട്രേഷൻ കാണുന്നുണ്ട്. ശ്രദ്ധിച്ചോടെ, അലിട്രേഷനിലാണ് ഓപ്പൺ ചെയ്യുന്നത്, വൈൽഡ് വെസ്റ്റ് വിൻഡ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പെർസോണിഫിക്കേഷൻ ഉണ്ട്. അപ്പസ്ട്രോഫി നിങ്ങൾക്ക് അറിയാം, ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. ആഫ്രിക്ക മൈ ആഫ്രിക്ക എന്ന് പറയുന്നത് പോലെ ഇവിടെ അത്തരത്തിലുള്ള റെഫറൻസുകൾ വരുന്നുണ്ട്. സോ ദിസ് ഈസ് എ 5 പാർട്ട് ഓഡ്. നമ്മൾ റെപ്പറ്റേറ്റീവ് ആയിട്ട് പറഞ്ഞു 5 പാർട്ട് ഓഡ് ആണ് യൂസ് ചെയ്യുന്നത്. ടേഴ്സ റിമ ആണ്. അതുപോലെ തന്നെ വിൻഡിനെ അറ്റ് ദ സെയിം ടൈം ഡിസ്ട്രോയർ ആയിട്ടും പെർസീവർ ആയിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഫ്ലോറൻസിൽ വെച്ചിട്ടാണ് എഴുതിയതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അത് തന്നെ ഒന്നുകൂടെ റെപ്പറ്റേറ്റീവ് ആയിട്ട് വന്നേക്കാണ്. ഇനി മെയിൻ തീംസ്, സൈക്കിൾ ഓഫ് ലൈഫ്, ലൈഫിന്റെ പ്രശ്നങ്ങള്, സൈക്കിള്, അതിനോടൊപ്പം തന്നെ അതിന്റെ റീജനറേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്, റീബർത്ത് വരുന്നുണ്ട്, നേച്ചറിന്റെ പവർ വരുന്നുണ്ട്, റെവല്യൂഷണറി ഐഡിയാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്ന് പറയുന്ന റെറ്ററിക്കൽ ക്വസ്റ്റ്യനിലാണ് അല്ലെ, ഉത്തരം ഇല്ലാത്ത, നമ്മൾ ഉത്തരം നമുക്ക് വേണ്ടാത്ത ക്വസ്റ്റ്യൻസ് ആണ് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ്. സോ അത്തരത്തിലൊരു ചോദ്യത്തിലാണ് ഈ വർക്ക് എൻഡ് ചെയ്യുന്നത്. ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. ഓപ്പണിംഗ് ലൈനും ഫൈനൽ ലൈൻസും നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് എല്ലാ വർക്കിന്റെയും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സമയമുണ്ട് എങ്കിൽ അതിന്റെ നമുക്കൊരു സെപ്പറേറ്റ് ക്ലാസ് എടുത്തു തരാം. പക്ഷെ ടൈം കൺസ്ട്രെയിൻ, പ്രിപ്പറേഷന് എടുക്കുന്ന സമയം എന്നൊക്കെ ഉള്ളതാണ് ഒരു പ്രശ്നം. പരമാവധി നമുക്ക് അതുകൂടി ചെയ്തു തരാൻ നോക്കാം. ഇനി നമ്മൾ കമ്പോസിഷൻ ഡേറ്റ് 1819 ആണ്, പബ്ലിക്കേഷൻ ഡേറ്റ് 1920 പ്രൊമിത്തിയസ് അൺബൗണ്ടിന്റെ കളക്ഷനിലാണ് പബ്ലിഷ് ചെയ്ത് വന്നത്. ഞാൻ പറഞ്ഞല്ലോ ചാൾസ് ഒലിയറിന്റെ കൂടെ ജെയിംസ് എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ട്. ചാൾസ് ആൻഡ് ജെയിംസ് ഒലിയർ ആണ് പബ്ലിഷർ ആയിട്ട് വരുന്നത്. 5 കാൻഡോസ് റിട്ടൺ ഇൻ ടേഴ്സ റിമ, ABA BCB CDC DED DE എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇറ്റലിയിലാണ് പീറ്റർലൂ ഇൻസിഡൻസും പേഴ്സണൽ ലോസ് ഓഫ് സൺ, ഇത് രണ്ടും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. വിൻഡിനെ പ്രൈസ് ചെയ്യുന്നുണ്ട്, ബിബ്ലിക്കൽ റെഫറൻസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീക്ക് ഗോഡ് ആയിട്ടുള്ള ഡൈനീഷ്യസിന്റെ റെഫറൻസും വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഓർത്ത് വെച്ചേക്കണേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത വർക്കാണ് ദ പ്രിസണർ ഓഫ് ഷില്ലർ. ദിസ് ഈസ് ആക്ച്വലി ലോർഡ് ബൈറന്റെ 1816 കളക്ഷന്റെ പേരാണ്. ആക്ച്വലി ദിസ് ഈസ് എത്ര ലൈൻ പോയവാണ്? 392 ലൈൻ പോയവാണ്, നറേറ്റീവ് പോയവാണ്. അതിൻ്റെ അകത്ത് മോങ്ക് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ബോണിവാൺ എന്ന് പറയുന്ന മോങ്കിന്റെ ആ ഒരു ഇംപ്രിസൺമെന്റും കാര്യങ്ങളുമാണ് പറയുന്നത്. അദ്ദേഹത്തിന് 1532 to 36 4 വർഷമാണ് ഇംപ്രസൺ ചെയ്തിട്ടിരുന്നത്. അതിന്റെ കഥയാണ് പറയുന്നത്. സോ ഓഫ് കോഴ്സ് ബൈറൺ എന്ന് കാണുമ്പോൾ തന്നെ ബൈറന്റെ പബ്ലിഷർ ആരാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പബ്ലിഷർ ലണ്ടനിൽ വെച്ചാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. 1816 ബൈറണും ബൈറന്റെ ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ ഷെല്ലിയും കൂടി ലേക്ക് ജനീവ എന്ത് ചെയ്യുമായിരുന്നു? സെയിൽ ചെയ്യുമായിരുന്നു. അതാണ് ബിഗിനിങ്, അതിന്റെ ഒരു കഥയുടെ തുടക്കം. ബാക്കിയൊക്കെ നിങ്ങൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതിന്റെ സബ് ടൈറ്റിൽ ഇമ്പോർട്ടന്റ് ആണ്. സബ് ടൈറ്റിൽ ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. എ ഫേബിൾ എന്നാണ് ഈ ഒരു ഇതിന്റെ സബ് ടൈറ്റിലിന്റെ പേര്, എ ഫേബിൾ. അതിനകത്ത് 14 സ്റ്റാൻസാസ് ആണുള്ളത്, 14 സ്റ്റാൻസാസ് ആണ് വരുന്നത്. റൊമാൻറ്റിക് വേഴ്സ് സ്റ്റൈലാണ്. ഓക്കെ, ഇത്രയും ഓർത്തിരുന്ന 392 ലൈൻസ് ആണ് വരുന്നത്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയും. ഓക്കെ, സോ ഒക്ടോബർ 1816 നമ്മുടെ വാൾട്ടർ സ്കോട്ട് ഒരു ലോർഡ് ബൈറന്റെ വർക്കിനെ പറ്റി ഒരു വലിയ ഒരു ലെങ്തി പീസ് തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ക്രിറ്റിസിസം ആണ്. അതിൻ്റെ അകത്ത് പറയുന്നത് മോർ പവർഫുൾ ദാൻ പ്ലീസിങ്. നമ്മളെ വെറുതെ പ്ലീസ് ചെയ്യാനല്ല ബൈറൺ പ്രിസണർ എഴുതിയത്, പക്ഷെ അതിനെക്കാട്ടിലും വർക്ക് വളരെ പവർഫുൾ ആണ് അല്ലേ, വർക്ക് ഭയങ്കര പവർഫുൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് 392 ലൈൻ നറേറ്റീവ് ആണ്. 392 നറേറ്റീവ് ആണ്. ജോൺ മുറേ ആണ് പബ്ലിഷ് ചെയ്തത്. December 5, 1816 പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു കളക്ഷന്റെ നെയിമും അത് തന്നെയാണ്. 14 സ്റ്റാൻസാസിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ 14 സ്റ്റാൻസാസിലാണ് ഇത് എഴുതപ്പെടുന്നത്. നമ്മൾ അവിടെ ഒരു കുഞ്ഞൻ റെഫറൻസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? 14 റെഫറൻസിന്റെ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഫേബിൾ എന്നാണ് സബ് ടൈറ്റിൽ. ഫേബിൾ എന്നാണ് സബ് ടൈറ്റിൽ വരുന്നത്. 14 സ്റ്റാൻസാസ് ആണ് വരുന്നത്. 14 സ്റ്റാൻസാസ് ആണ്. ഓക്കെ, അപ്പം
ഇതിന്റെ അകത്ത് തന്നെ ഒരു ഇൻട്രൊഡക്ടറി സോണറ്റ് ഉണ്ട്, ഡ്രമാറ്റിക് മോണോലോഗ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആ ഒരു സ്വിസ് രാജ്യസ്നേഹിയായ ഫ്രാൻസോയിസ് ബോണിവാർഡിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി ഒരു തേർഡ് പേഴ്സൺ റെഫറൻസിലാണ് വർക്ക് പോകുന്നത്. 14 ഡിസ്റ്റിങ്ക്ട് സ്റ്റാൻസസ് ആണ്. ആദ്യത്തെ സ്റ്റാൻസ മാത്രമാണ് മോണോലോഗ്. ടോട്ടൽ ലൈൻ കൗണ്ട് എപ്പോഴും ചോദിക്കുന്നത് കൊണ്ടാണ് റെപ്പറ്റേറ്റീവ് ആയിട്ട് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. ആൻഡ് റൈമിംഗ് കപ്ലെറ്റ്സിലാണ് കൂടുതൽ ഈ പോയം എഴുതി പോയിരിക്കുന്നത്. ഒക്ടോസിലബിക് മീറ്റർ ആണ്. റൈം സ്കീമിൽ വേരിയേഷൻ ഉണ്ട് കേട്ടോ. ഒക്ടോസിലബിക് മീറ്റർ ആണ്. റൈം സ്കീമിൽ വേരിയേഷൻസ് വരാറുണ്ട്. എസ്പെഷ്യലി ആ പ്രിസണറിന്റെ മാനസികാവസ്ഥ കാണിക്കാൻ AB എന്ന് എഴുതിയിട്ട് ഉടനെ തന്നെ B എന്ന് കാണിക്കുന്നുണ്ട് റൈം സ്കീം. നേരെ ഓപ്പോസിറ്റ് റൈം സ്കീം അതെന്തുവാണ് കാണിക്കുന്നത്? അയാളുടെ ആ ഒരു മാനസിക അവസ്ഥയാണ് കാണിക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള വേരിയിങ് റൈം സ്കീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന വർക്കാണ് ലോട്ടസ് ഈറ്റേഴ്സ്. ടെന്നിസന്റെ തന്നെ 2 വർക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ യുളീസസും ഉണ്ട്, ലോട്ടസ് ഈറ്റേഴ്സും ഉണ്ട്. സോ ലോട്ടസ് ഈറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ 1830 ടെന്നിസന്റെ 1832 പോയട്രി കളക്ഷനിൽ വരുന്ന വർക്കാണ്. 1832 വരുന്ന വർക്കാണ്. അദ്ദേഹം സ്പെയിനിലോട്ട് ഒരു ട്രിപ്പ് പോയി, അദ്ദേഹത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആർതർ ഹാലുവായിട്ട് ഒരു ട്രിപ്പ് പോയതിന്റെ ഓർമ്മയ്ക്കൊക്കെയാണ് പോയം എഴുതിയിട്ടുള്ളത്. ഓക്കെ, കൂടുതലും ഗ്രീക്ക് മിത്തോളജി എന്നാണ് റെഫറൻസ് എടുത്തിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ലോട്ടസ് ഈറ്റേഴ്സ് എന്ന് പറയുന്ന ടൈറ്റിൽ ഉൾപ്പെടെ. സോ 1829 സമ്മറിൽ ടെന്നിസണും ആർതർ ഹാലോവും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? നോർത്തേൺ സ്പെയിനിലേക്ക് യാത്ര തിരിക്കുന്നു. പിന്നെ ഈ ഒരു വർക്ക് 1842 റിവൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 42 റിവൈസ് ചെയ്തിട്ടുണ്ട്. ഫോം ഓഫ് ദി പോയം എന്താണ്? ഡ്രമാറ്റിക് മോണോലോഗ് ആണ്. യൂഷ്വലി ചോദിക്കാറുണ്ട് ലോട്ടസ് ഈറ്റേഴ്സ് എന്താണ്? ഒരു ഡ്രമാറ്റിക് മോണോലോഗ് ആണ്. ഓക്കെ, ഇതിന്റെ സിവിയർ ക്രിറ്റിസിസംസും ഒക്കെ വന്നിട്ടുണ്ട്, പോസിറ്റീവ് ക്രിറ്റിസിസവും വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ജോൺ ക്രോക്കർ ഏപ്രിൽ 1833 നടത്തിയ ഒരു ക്രിറ്റിസിസം ആണ്. അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ക്ലാസിക്കൽ ഒപ്പിയം ഈറ്റേഴ്സ്, ലൈക്ക് ഇതൊക്കെ നല്ലതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ലൈക്ക് ക്ലാസിക്കൽ ഒപ്പിയം ഈറ്റേഴ്സ് ആണ്, ഡ്രീമി ലോട്ടസ് ഈറ്റേഴ്സ് ആണ്, കവി ഉൾപ്പെടെ അങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് ജോൺ ക്രോക്കർ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടുതലും ഹോമറിന്റെ 9th ബുക്കിൽ നിന്നാണ്, ബുക്ക് 9 ഓഫ് ഹോമറിൽ നിന്നാണ് റെഫറൻസ് എടുത്തത്. നമ്മൾ പറഞ്ഞു ഗ്രീക്ക് മിത്തോളജി റെഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോമറിന്റെ ബുക്ക് 9 നിന്നാണ് സോഴ്സ് ഒക്കെ എടുത്തിരിക്കുന്നത്. ഇവിടെ 2 പാർട്ടായിട്ടാണ് ഈ പോയം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് 5 സ്റ്റാൻസ ഇൻട്രോഡക്ടറി നറേറ്റീവും അടുത്തത് 8 സ്റ്റാൻസ കോറിക് സോങ്. 2ആയിട്ടാണ്, 5 സ്റ്റാൻസ ഇൻട്രോഡക്ടറി നറേറ്റീവും 8 സ്റ്റാൻസ കോറിക് സോങ്. 2ആയിട്ടാണ് ഇതിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. എസ്കേപ്പിസം, വിയർനെസ് ഒക്കെ വരുന്നുണ്ട്. സ്പെൻസേറിയൻ സ്റ്റാൻസ സ്ട്രക്ചറിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ അയാംബിക് പെൻഡാമീറ്റർ വരുന്നുണ്ട്. അവസാനം അതിനെ അയാംബിക് പെൻഡാമീറ്ററിനെ ക്ലോസ് ചെയ്യാനായിട്ട് അലക്സാൻഡ്രൈന്റെ ലൈന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടലി ഇത്രയൂടെ കേൾക്കുമ്പോൾ ഒരു ഡ്രീം ലൈക്ക് ടോൺ ആണ് പോയത്തിനുള്ളത്. ലോട്ടസ് ഈറ്റേഴ്സ് എന്ന് പറയുന്ന പോയത്തിന് ഭയങ്കര കാപ്റ്റിവേറ്റിംഗ് ആണ് പോയം എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഒരു സ്പെൻസേറിയൻ സ്റ്റാൻസ സ്ട്രക്ചറിൽ അയാംബിക് പെൻഡാമീറ്റർ യൂസ് ചെയ്യുന്നു, അത് ക്ലോസ് ചെയ്യാനായിട്ട് അലക്സാൻഡ്രൻ ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ ആദ്യത്തത് ഒരു 5 സ്റ്റാൻസ ഇൻട്രോഡക്ടറി നറേറ്റീവും പിന്നെ ഒരു 8 സ്റ്റാൻസ സോങ്ങും ആണ് വരുന്നത്. അപ്പൊ 5ഉം 8ഉം ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. 5 ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിനകത്ത് തന്നെ 9 ലൈൻ സ്റ്റാൻസാസ്, 9 ലൈനാണ് ഒരു സ്റ്റാൻസയിൽ. നമ്മൾ പറഞ്ഞു ഒന്നുമില്ല, നിങ്ങൾ പേടിക്കണ്ട, 5 സ്റ്റാൻസയും 8 സ്റ്റാൻസയും, ഈ 5 സ്റ്റാൻസയിൽ 9 ലൈൻസ് വെച്ചിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ സ്പെൻസേറിയൻ ഇൻഫ്ലുവൻസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. റൈം സ്കീം ചോദിക്കാം. അപ്പൊ നമ്മൾ പഠിച്ച എന്തുവാണ്? ഒന്നും നമ്മൾ പഠിച്ചില്ല. 5 സ്റ്റാൻസ 8 സ്റ്റാൻസ അങ്ങനെ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 5 സ്റ്റാൻസയിൽ ഓരോന്നിലും 9 9 9 9 വെച്ചിട്ടാണ് കണ്ടോ, 9 9 9 9 9 വെച്ചിട്ടാണ് ഓരോ സ്റ്റാൻസയും വരുന്നത്. ഓക്കെ, അത്രയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ 8 സ്റ്റാൻസയിൽ വേരിയിങ് ലെങ്ത്, പല ലെങ്തിലുള്ള 8 സ്റ്റാൻസ. അപ്പൊ 5 സ്റ്റാൻസ ഓഫ് 9 ലൈൻ ഈച്ച് ആൻഡ് 8 സ്റ്റാൻസ വേരിയിങ് ലെങ്ത്. 5 സ്റ്റാൻസ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്, 8 സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ സോങ് ആണ്. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം പോകുന്നത്. നമ്മുടെ പോയം പോകുന്നത് ഇങ്ങനെയാണ്. 1842 പുള്ളി റിവൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുവിധപ്പെട്ട എല്ലാ വർക്കുകളും റിവിഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു പുതിയ
സ്റ്റാൻസ് കൂടി ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഒരു ഫിലോസഫിക്കൽ അക്സെപ്റ്റൻസ് ഓഫ് ലോസും കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് 1842. ഇനി നമ്മൾ ടെന്നിസന്റെ തന്നെ യുളീസസ് ആണ് കാണാൻ പോകുന്നത്. ബ്ലാങ്ക് വേഴ്സിൽ എഴുതപ്പെട്ട വർക്കാണ്. ഓക്കെ, ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതപ്പെടുന്നത്. എഗൈൻ റിട്ടൺ ഇയറും പബ്ലിഷ്ഡ് ഇയറും തമ്മിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. 1833 റിട്ടൺ ഇയർ വരുന്നത്, പബ്ലിഷ്ഡ് ഇയർ വരുന്നത് 1842. ഓക്കെ, സോ നമ്മൾ പറയുന്നത് ലോർഡ് ടെന്നിസന്റെ യുളീസസിനെ പറ്റിയാണ്. ബ്ലാങ്ക് വേഴ്സിലാണ് വർക്ക് എഴുതിയിട്ടുള്ളത്. എഴുതപ്പെട്ട വർഷം 1833 പബ്ലിഷ് ചെയ്തത് 1842. ഓക്കെ, ആൻഡ് നമ്മൾ ഇതിനെ പറ്റി പറയുന്നത് ഡ്രമാറ്റിക് മോണോലോഗിന്റെ തന്നെ എക്സാമ്പിൾ ആണ്. അപ്പം പ്രായമായപ്പം നമ്മുടെ യുളീസസിന് എന്ത് ചെയ്തു വരുന്നു, ലൈഫിൽ ഒരു താല്പര്യമില്ല. സോ അദ്ദേഹം എന്ത് ചെയ്യാണ്, ട്രാവൽ പോവാൻ ഒരുങ്ങുന്ന കഥയാണ്. വൈഫ് ഉണ്ടെങ്കിലും വൈഫിന്റെയും അതുപോലെ തന്നെ മകന്റെയും പേരുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അവരെ എല്ലാം ഏൽപ്പിച്ചിട്ട് തിരിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോവാൻ അദ്ദേഹം ഒരുങ്ങുന്നതാണ് നമ്മൾ പറയുന്നത്. അതിന്റെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൈനാണ് ടു സ്ട്രൈവ് ടു സീക്ക് ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു ഈൽഡ് എന്ന് പറയുന്നതാണ് യുളീസസിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻ. ഓക്കെ, ഇപ്പൊ ട്രോജൻ വാർ കഴിഞ്ഞ് തിരിച്ചു വരുന്ന യുളീസസ് ആണ് ആദ്യം നമ്മൾ കാണുന്നത്. അയാംബിക് പെന്റാമീറ്റർ ഉണ്ട്. ഇടയ്ക്ക് ഈ അയാംബിക് പെന്റാമീറ്ററിന്റെ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്ത് സ്പോൻഡേ വരുന്നുണ്ട്. ദാറ്റ് ഇസ് എ മെട്രിക്കൽ ഫീറ്റ്. 2 ലോങ് സിലബിൾ വരുന്ന രീതിയിൽ ഇടയ്ക്ക് അതിന്റെ ഒരു കടന്നുവരവ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ പോയത്തെ ഒന്ന് സ്ലോ ആക്കുന്നുണ്ട്. കൃത്യമായിട്ടാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. മറ്റേത് ആ പോയത്തിന് ഒരു ഫ്ലോ വരണം, ലോട്ടസ് ഈറ്റേഴ്സ് നമ്മൾ ഇങ്ങനെ അതിലിങ്ങനെ ലയിച്ചിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ടെക്നിക്സ് അവിടെ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആ ഒരു നമ്മൾ ഈ പറയുന്ന യുളീസസിന്റെ പ്രായം കാണിക്കാൻ, വാർദ്ധക്യം കാണിക്കാൻ വേണ്ടി നമ്മുടെ അയാംബിക് പെന്റാമീറ്ററിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ വേറൊരു ലിറ്റററി ഡിവൈസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പോയ ഒന്ന് സ്ലോ ആവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത്തരത്തില് പല ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്ത് കാണുന്ന ഗംഭീരനായിട്ടുള്ള റൈറ്റർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അത്തരത്തിലുള്ള എക്സാമ്പിൾസ് ഒക്കെ ഞാൻ ഇതൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ദിസ് ഈസ് ആക്ച്വലി ഈ എറ്റ് ഓൾ എക്സ്പീരിയൻസസ് ഈസ് ആൻ ആർച്ച് വേർ ത്രോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന 3 ലൈൻസ്. ഇത് ഭയങ്കരമായിട്ട് ഒത്തിരി തവണ യുളീസസിൽ നിന്ന് കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ലൈൻസ് ആണ്. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മുടെ മാത്യു അർണൾഡ് പറയുന്ന ഒരു കമന്ററിയാ. അദ്ദേഹം പറയുന്നത് ഇതിന്റെ അകത്ത് മൊത്തം പ്രോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് പറയുന്നത് ഇലിയഡ് വായിക്കുന്ന അത്ര എഫേർട്ട് എടുത്താലേ ഈ 3 ലൈൻ മനസ്സിലാവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതായത് മാത്യു അർണൾഡ് പറയുന്നത് ഇലിയഡ് വായിക്കാൻ നമ്മൾ എടുക്കുന്ന അത്രയും സമയം ഈ 3 ലൈൻസിനോട് നമ്മൾ കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അത്ര ബൾക്കി ആയിട്ടാണ് അദ്ദേഹം എഴുതിയേക്കുന്നതെന്നാണ് മാത്യു അർണൾഡ് കമന്റ് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് ഓൾ എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ 3 ലൈൻസ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമ്മുടെ പോയത്തിൽ 70 ലൈൻസ് ഓഫ് ബ്ലാങ്ക് വേഴ്സ് ആണ് ഉള്ളത്. ഡ്രമാറ്റിക് മോണോലോഗ് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ടെന്നിസൺ അദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ആർതർ ഹാലത്തിന്റെ മരണത്തിന് ശേഷമാണ് ആ ഒരു ഇമോഷണൽ ബോണ്ട് കാണിക്കാൻ കൂടിയിട്ടാണ് ഇത് എഴുതുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ലടേ, നമ്മുടെ ടെന്നിസന്റെ പേഴ്സണൽ ലൈഫ് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ് മെന്റലി ഇല്ലാവുന്നു. അങ്ങനെ ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം തന്നെ ചെയ്യണം എന്നുള്ളൊരു അവസ്ഥ വരുന്നു. സോ നമ്മൾ പോയത്തിലോട്ട് നോക്കിയ യുളീസസിന് ഇതൊന്നും ചെയ്യാൻ വയ്യ, യുളീസസ് പോവുക. അപ്പം ആ ഒരു റെഫറൻസ് കൊണ്ട് താനും ഈ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം ഏറ്റെടുത്ത് കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. ഇതൊക്കെ വിട്ടെറിഞ്ഞിട്ട് എങ്ങോട്ടേലും പോകണം എന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിന്റെ റെഫറൻസും ഉണ്ട്. പിന്നെ ലിൻഡ ഹ്യൂഗ്സ് എന്ന് പറയുന്ന വിക്ടോറിയൻ സ്കോളർ പറയുന്നത് ഇതിന്റെ അകത്ത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ്, ഫ്രണ്ട്ഷിപ്പ് പോയതും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടില് ഉത്തരവാദിത്തങ്ങൾ മൊത്തവും ഇദ്ദേഹത്തിന്റെ പുറത്തായതിൽ നിന്നും ഒക്കെയുള്ള ആ ഒരു ഇമോഷണൽ ഗൾഫാണ് നമ്മൾ കാണുന്നത്. ആ ഒരു വ്യത്യാസം, ആ ഒരു ഇതിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകാനുള്ള ഒരു ടെൻഡൻസി, അതാണ് ലിൻഡ ഹ്യൂഗ്സ് പറയുന്നത്. ദ ഇമോഷണൽ ഗൾഫ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ഓഫ് ഹിസ് ഡൊമസ്റ്റിക് അഫെയർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലോസുകൾ, അതാണ് വ്യക്തമാവുന്നതാണ് പറയുന്നത്. W റോബ്സൺ ഒരു തവണ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്രിട്ടിക്കാണ്. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ടെന്നിസണില് നമുക്ക് അറ്റ് എ ടൈം തന്നെ ഒരു റെസ്പോൺസിബിൾ സോഷ്യൽ ബീയിങ്ങിനെയും അതുപോലെ തന്നെ ഒരു മെലങ്കളിക് പോയറ്റിനെയും കാണാൻ പറ്റും. സാമൂഹികപരമായ ഉത്തരവാദിത്തം ഉണ്ട്, അറ്റ് ദ സെയിം ടൈം പേഴ്സണലി വേറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. മെലങ്കളിക് ആയിട്ടുള്ള പോയറ്റിനെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ യുളീസസിൽ യെറ്റ് സീം നോട്ട് ടു റെക്കഗ്നൈസ് ഈച്ച് അതർ വിത്തിൻ ദ ടെക്സ്റ്റ്. രണ്ടും രണ്ടറ്റത്താണ് നിൽക്കുന്നത്. ആ രീതിയിലാണ് എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത്.
ഓക്കെ, പിന്നെ നമ്മൾ 1929 essay ടി എസ് എലിയറ്റിന്റെ 1929 essayയിൽ ടി എസ് എലിയറ്റ് പറയുന്നത് യുളീസസ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് പോയമാണ്. യുളീസസ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് പോയമാണ് എന്നാണ് ടി എസ് എലിയറ്റ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ടെന്നിസൺ 1833 അത് എഴുതി തീർക്കുന്നത്. പക്ഷെ അത് പബ്ലിഷ് ചെയ്യുന്നില്ല. 1842 വരെ അത് പബ്ലിഷ് ചെയ്യുന്നില്ല. ബിക്കോസ് ഈ 1833 കാലഘട്ടങ്ങളിലൊക്കെ ഇദ്ദേഹം ഒത്തിരി ക്രിറ്റിസിസം നേരിട്ട് അനങ്ങാൻ വയ്യാതെ ഇരിക്കുമായിരുന്നു. സോ കുറെ നാൾ ഇദ്ദേഹം ഈ വർക്ക് പബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആർതർ ഹാലത്തിന്റെ മരണം 1833 നടക്കുന്നു. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു വർക്ക് എഴുതുന്നത്. അതിൻ്റെ അകത്ത് തന്നെ പോയം 1842 ആദ്യം ഒരു ട്രയൽ ബുക്കിൽ വരുന്നു, ഒരു കുഞ്ഞു ബുക്കിൽ വരുന്നു. അപ്പം ആ ഒരു ട്രയൽ ബുക്കാണ് മോർട്ടെ ഡി ആർതർ എന്ന് പറയുന്നത്, നമ്മുടെ ആർതർ ഹാലത്തിന്റെ പേരുള്ള ബുക്കിൽ വരുന്നു. അതിനുശേഷമാണ് പിന്നീട് അടുത്ത വർഷം ഫൈനലി അത് റിലീസ് ആവുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ഒഫീഷ്യലി റിലീസ്ഡ് ബൈ ദ പബ്ലിഷർ എഡ്വേർഡ് മോക്സൺ. ഓക്കെ, അത് പിന്നീടാണ് പബ്ലിഷ് ചെയ്ത് വരുന്നത്. ഓക്കെ, സെയിം ഇയറിൽ തന്നെയാണ് 1842 തന്നെയാണ് ട്രയൽ പബ്ലിക്കേഷനും അതുപോലെ തന്നെ ഒഫീഷ്യൽ പബ്ലിക്കേഷനും വരുന്നത്. ട്രയൽ പബ്ലിക്കേഷൻ വരുന്നത് മോർട്ടെ ഡി ആർതർ എന്ന് പറയുന്ന വർക്കിലാണ്. പിന്നീടാണ് അതേ വർഷം തന്നെ നമ്മുടെ എഡ്വേർഡ് മോക്സൺ എന്ന് പറയുന്ന പബ്ലിഷർ അത് പബ്ലിഷ് ചെയ്ത് വരുന്നത്. ഓക്കെ, സാധാരണ എല്ലാ വർക്കും ഞാൻ പറഞ്ഞല്ലോ, ടെന്നിസൺ ഒരുവിധപ്പെട്ട അദ്ദേഹത്തിന്റെ എല്ലാ വർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വൺസ് 1842 ഈ വർക്ക് എഴുതിയതിനു ശേഷം അദ്ദേഹം ആ പരിസരത്തോട്ടേ പോയിട്ടില്ല. അതും നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം റിവൈസ് ചെയ്യാൻ പോയിട്ടില്ല. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന വർക്കാണ് മാത്യു അർണൽഡിന്റെ സ്കോളർ ജിപ്സി. ഓക്കെ, ഇവിടെ 17th century ഓക്സ്ഫോർഡ് സ്റ്റോറി ഉണ്ടായിരുന്നു, ഫൗണ്ട് ഇൻ ജോസഫ് ഗ്ലാൻവിൽസ് ദ വാനിറ്റി ഓഫ് ഡോഗ്മാറ്റൈസിങ്. അപ്പം ആ ഒരു വർക്കിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പേന ഞാൻ ഇവിടെ വെച്ചു, പേന അതെ. ആ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മാത്യു അർണൽഡിന്റെ സ്കോളർ ജിപ്സി ആണ്. 1853 പോയോ ആണ്. ബേസ് ചെയ്തിരിക്കുന്നത് 17th century ഓക്സ്ഫോർഡ് സ്റ്റോറിയാണ്. അത് എവിടെയാണ് നമ്മൾ ആ കഥ നമുക്ക് ഫൗണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ജോസഫ് ഗ്ലാൻവിലിന്റെ ദ വാനിറ്റി ഓഫ് ഡോഗ്മാറ്റൈസിങ് എന്ന് പറയുന്ന 1661 വർക്കിന്റെ അകത്ത് വരുന്ന ഒരു ഓക്സ്ഫോർഡ് സ്റ്റോറിയുടെ ബേസ് ചെയ്തിട്ടുള്ളതാണ് സ്കോളർ ജിപ്സി എന്ന് പറയുന്ന വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് അർണൽഡ് എക്കാലത്തെ മികച്ച വർക്കുകളിൽ ഒന്നായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ യൂഷ്വലി പുതിയ തലമുറയ്ക്ക് ഇത് അറിയാവുന്നത് റാൽഫ് വോഗൻ വില്യംസിന്റെ ഒരു വർക്ക് ഉണ്ട്, ആൻഡ് ഓക്സ്ഫോർഡ് എലജി, വളരെ പോപ്പുലർ ആണ്. അപ്പം ഇത് എടുത്തിരിക്കുന്നത് നമ്മുടെ സ്കോളർ ജിപ്സിയിൽ നിന്നാണ്. അതിൻ്റെ അകത്ത് ആ ഒരു ലൈനൊക്കെ എടുത്തിട്ടുണ്ട്, ലൈൻസ് അസച്ച് ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കൂടുതലും പോപ്പുലർ ആയത്. സോ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, കഥ നിങ്ങൾക്ക് അറിയാം, ബാൻഡ് ഓഫ് ജിപ്സീസിന്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഓക്സ്ഫോർഡ് സ്റ്റുഡന്റ് പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളും കാര്യങ്ങളും, ജിപ്സികളിൽ അദ്ദേഹം ഒരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് ലേണിംഗ് കാണുന്നു, അത് പഠിക്കുന്നു. അത്തരത്തിലുള്ള വണ്ടേഴ്സ് ഓഫ് ഇമാജിനേഷൻ, പവർ ഓഫ് ഇമാജിനേഷൻ അവർക്കുണ്ട്. അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് കഥ വരുന്നത്, കോണ്ടന്റ് സൈഡ് വരുന്നത്. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആയിട്ട് നമ്മൾ പറയുന്നത് 1929 നിക്കോൾസൺ പറയുന്നുണ്ട്, ഐഡന്റിറ്റി ഓഫ് ദിസ് മിസ്റ്റീരിയസ് ഫിഗർ വാസ് ദ ഫ്ലെമിഷ് ആൽക്കമിസ്റ്റ്. അത് എടുത്തിരിക്കുന്നത് ഫ്ലെമിഷ് ആൽക്കമിസ്റ്റ് ആയിട്ടുള്ള ഫ്രാൻസിസ് മെർക്കുറി ഹെൽമോണ്ട് എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് ഇത് ഈ ഒരു മിസ്റ്റീരിയസ് ഫിഗറിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അറിഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കഥ അറിയാമല്ലോ, കഥ ബേസിക്കലി അറിഞ്ഞിട്ടേ നമുക്ക് ബാക്കി എക്സ്റ്റേണൽ ഡീറ്റെയിൽസിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അതിന്റെ കുഞ്ഞു നോട്ട്സ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഗ്രൂപ്പുകളിൽ. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ തരുന്ന ഒരു കുഞ്ഞു നോട്ട് ഉണ്ടല്ലോ, അതായത് ഓരോ മൊഡ്യൂളും ഡിവൈഡ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏറ്റവും എന്നാൽ പാക്ക് ചെയ്ത ഒരു മൊഡ്യൂൾ മൊത്തത്തിൽ ഒരു 10-20 പേജും ഒക്കെ വരത്തുള്ളൂ. സോ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച് സമ്മറി വായിച്ചിട്ട് റിവിഷനിലോട്ട് വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ടെൻഷൻ അടിക്കണ്ട, ഇനി ഒരു മാസമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട. ഇനി ഒരു മാസം ഉണ്ട്, നമുക്ക് ഇത്രയൊക്കെ പഠിക്കാനുള്ളൂ. ഓരോ ദിവസവും എടുത്ത് ഓരോ മൊഡ്യൂളിന്റെ റിവിഷൻ നോട്ട് വായിക്കാം.
അത് നമ്മുടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വായിച്ചതിന് ശേഷം ആ ദിവസത്തെ ഡീകോഡിങ്ങും കയറി അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിയർലി 2 to 3 hour വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൂടെ കയറുമ്പോഴത്തേക്കിന് പക്ക നിങ്ങൾക്ക് സെറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എടുക്കാൻ പറ്റാത്ത ലഗേജുകൾ ഉണ്ടെങ്കിൽ അതവിടെ കിടന്നോട്ടെ, നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. സോ ഇപ്പൊ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ റിവിഷൻ ക്ലാസ് മാത്രം അതിന്റെ അകത്ത് മാത്രം നിൽക്കുക. നമ്മളെ ലോങ് ടേം ബാച്ചിലുള്ള കുട്ടികൾ അതിൽ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ലോങ് ടേം ബാച്ചിലുള്ളവർ റിവിഷൻ 2 തവണ തീർത്തവരും ഉണ്ട്, 1 തവണ പോലും തീർക്കാത്തവരും ഉണ്ട്, പഠിച്ചു തീർക്കാത്തവരും ഉണ്ട്. സോ നിങ്ങൾ എവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കുക. അതല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ റിവിഷൻ നോട്ട്സും കാര്യങ്ങളും വായിച്ച് പോവുക. സ്ട്രെസ് കയറ്റണ്ട, നമുക്ക് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ സ്ട്രെസ് കൊണ്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും സ്ട്രെസ് അടിച്ചത് കൊണ്ട് ശരിയാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനെ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. ഉള്ളതൊക്കെ നോക്കി സമാധാനത്തിൽ പരീക്ഷയ്ക്ക് പോവുക കേട്ടോ. ആ ഒരു മെത്തേഡ് തന്നെ ചെയ്യുക. സോ ഇവിടെ നമ്മൾ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്തരത്തിൽ പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി. നിങ്ങൾ പ്രിപ്പറേഷന്റെ ഏത് ഘട്ടത്തിൽ നിന്നാലും നിങ്ങളെ എയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇവിടെ അർണൽഡ് സ്കോളർ ജിപ്സി തുടങ്ങുന്നത് ഒരു പാസ്റ്ററൽ മോഡിലാണ്. എഴുതപ്പെടുന്ന വർഷം 1853 കേട്ടോ. സോ അത്രയൊന്നും ഓർത്തിരിക്കണം. ഇനി ശരിക്കും ഒരു റിലാക്സേഷൻ ആയി പോയെന്ന് നമുക്ക് തരുന്നത് ജസ്റ്റ് ലൈക്ക് എ ഹോളിഡേ പോലെ, ഒരു വലിയ ബിസിനസ്സിൽ നിന്ന് നമ്മളൊരു ഹോളിഡേ എടുക്കുന്ന പോലാണ് തരുന്നത്. വിക്ടോറിയൻ പോയിട്രിയെ കാണിക്കുന്നുണ്ട്. അവിടുത്തെ ഇന്റലക്ച്വൽ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറട്ടെ, നമ്മളൊന്ന് മാറി ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ, റിലാക്സിങ് ആയിട്ട് നമ്മൾ ഇരിക്കട്ടെ എന്നാണ് FR ലിവിസ് പറയുന്നത്. ലൈക്ക് FR ലിവിസിന്റെ കമന്ററി ആണ് അബൌട്ട് സ്കോളർ ജിപ്സി. അദ്ദേഹം പറയുന്നത് ദിസ് ഈസ് ആക്ച്വലി ഒരു റിലാക്സിങ് ടോണിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ജോൺ വില്യം മാക്കെയിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സ്കോളർ ജിപ്സി എന്ന് പറയുന്നത് ഒരു കോമൺ കോൺഷ്യസ്നെസ്സിലേക്ക് പോകുന്ന വർക്കാണ് അല്ലെ. അത് ഓക്സ്ഫോർഡിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത്രമാത്രം അത് ലിങ്ക്ഡ് ആണ്. ഒരു കോമൺ കോൺഷ്യസ്നെസ്, സാധാരണ മനുഷ്യരുടെ കാര്യങ്ങളെ പറ്റി അല്ലാതെ ഇന്റലക്ച്വൽ കാര്യങ്ങളെ പറ്റി ഒന്നും അല്ല അത് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഒപ്പീനിയൻ ആണ് വരുന്നത്. വെരി ഇമ്പോർട്ടന്റ്, ഇതിന്റെ നമ്പർ ഓഫ് ലൈൻസ് 250 ആണ്, 250 ലൈൻ ആണ് വരുന്നത്. പാസ്റ്ററൽ എലിജി ആണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പോയറ്റ് ആയിട്ടുള്ള മാത്യു അർണൽഡ് 1850 എഴുതിയ വർക്കാണ്. ആൻഡ് ദിസ് ഈസ് പ്രൈമർലി ബേസ്ഡ് ഓൺ എ 17th century ലെജൻഡ്. നമ്മുടെ ജോസഫ് ഗ്ലാൻവില്ലിന്റെ ദ വാനിറ്റി ഓഫ് ഡോഗ്മറ്റൈസിൽ കാണപ്പെടുന്ന ആ ഒരു വർക്കിൽ കാണപ്പെടുന്ന ലെജൻഡിൽ നിന്നാണ് ഈ കഥ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ആദ്യം ഓർത്തിരിക്കണം. ഇതിനകത്ത് പറയുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡന്റ് അക്കാഡമിക് ലൈഫും അടുത്തിട്ട് അവൻ ഇന്റലക്ച്വൽ എല്ലാം അടുത്തിട്ട് അവൻ ഈ ഒരു സക്സസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്റ്റഡീസ് കളഞ്ഞിട്ട് എങ്ങോട്ട് പോകുന്നു, കുറച്ച് ഈ പറയുന്ന ടൈപ്പ് ഓഫ് ജിപ്സികളുടെ ഇടയിലേക്ക് പോകുന്നുണ്ട്. റോമ പീപ്പിളിന്റെ അടുത്തോട്ടാണ് പോകുന്നത്. അവരെ ജിപ്സീസ് എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. സോ ഇവിടെ ഒരു ജിപ്സി ലോർ എന്ന് പറഞ്ഞ ഒരു ട്രഡീഷണൽ മിസ്റ്റിക്കൽ ആയിട്ട് അവർ കൈമാറി വരുന്ന അവരുടെ അറിവ് പഠിക്കാൻ നിൽക്കുന്നു. മനുഷ്യന്റെ ബ്രെയിൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, മെന്റലിസം ഒക്കെ പോലെ ഇമാജിനേഷൻ വെച്ചിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ആൻഡ് അദ്ദേഹം ഒരു ഇമ്മോർട്ടൽ ഫിഗർ ആവുന്നുണ്ട്. അപ്പൊ ഈ അറിവുകളൊക്കെ നേടിയിട്ട് ഏതാണ്ട് 200 വർഷമായിട്ട് അയാൾ ഇവിടെ കറങ്ങി നടക്കുന്നു എന്നാ പറയുന്നത്. 200 വർഷമായിട്ട് അയാൾ അവിടെ കറങ്ങി നടക്കുന്നു. അപ്പം ഈ അറിവ് നേടിയിട്ട് അയാൾ ഇമ്മോർട്ടൽ ആവുന്നുണ്ട്. അയാൾ ഓക്സ്ഫോർഡ് ഷയർ കൺട്രി സൈഡിലൊക്കെ കാണുന്നുണ്ട്. അയാൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ വരെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കണം. സോ ഒരു സോളിറ്ററി എക്സിസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത്. എസ്കേപ്പിസം ഫ്രം മോഡേണിസം, അതായത് വിക്ടോറിയൻ ഏജിന്റെ സിക്ക് ഹറി എന്നാ പറയുന്നത്. അവരുടെ ഒരു തിടുക്കം, അവർക്ക് എല്ലാത്തിനോടും തിടുക്കമാണ്. അവരുടെ ഡിവൈഡഡ് എയിംസിന്നൊക്കെ എങ്ങനെയെങ്കിലും ഇറങ്ങി പോവുക എന്നുള്ള എസ്കേപ്പിസം ആണ് ഇതിൻ്റെ അത് തീമായിട്ട് വരുന്നത്. ആ ഒരു സ്പിരിച്വൽ ഡൗട്ടിനെയും മെറ്റീരിയലിസത്തിന് ഇപ്പം അപ്പുറത്ത് തന്നെ പറയുന്നുണ്ട് അല്ലെ, എല്ലാം ഡൗട്ടാ, സ്പിരിച്വൽ ഡൗട്ടാ. നമുക്ക് രണ്ടുപേർക്കും കൂടെ ട്രൂ ടു വൺ അനദർ ആകാം എന്ന് പറയുന്നതിൽ നിന്നൊക്കെ മാറി പൂർണ്ണമായിട്ടുള്ള വേറൊരു സംഭവമാണ് ഇതിൻ്റെ അകത്ത്. ഒരു റെസ്റ്റും അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അവിടെ ഹിൽസും, ഫോർ എക്സാമ്പിൾ കുംനർ ഹിൽസും വുഡും ഒക്കെയാണ്, വുഡ് സൈഡും ഒക്കെയാണ് റെഫ്യൂജി ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷനിൽ നിന്ന് മാറി ഫ്രീഡം കിട്ടുന്നുണ്ട്. ആൻഡ് ഇമ്മോർട്ടൽ ക്വസ്റ്റ് ആണ്, ഒത്തിരി അറിയാനുള്ള ദാഹമുണ്ട്. ആൻഡ് ഓക്സ്ഫോർഡ് ഷയർ കൺട്രി സൈഡ് നിയർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആണ് കാണിക്കുന്നത്. ഒത്തിരി ഇതിൻ്റെ അകത്ത് സ്ഥലങ്ങളുടെ റെഫറൻസ് ഉണ്ട്. അതൊക്കെ പഠിച്ചു പോണേ, അതൊക്കെ ഒന്ന് എടുത്ത് ബ്രില്യൻ്റ് ആയിട്ട് പഠിച്ചു പോകണം. സ്ട്രക്ചർ 25 10-line സ്റ്റാൻസേഴ്സ് ആണ് കേട്ടോ. 25 10-line വെച്ചിട്ടുള്ള സ്റ്റാൻസേഴ്സ് ആണ്. 25 സ്റ്റാൻസേഴ്സ് 10 line ഈച്ച് ആണ്.
അതിന്റെ റൈം സ്കീമും കൊടുത്തിട്ടുണ്ട്. എ ബി DC E എന്നുള്ള റൈം സ്കീമാണ്. പാസ്ട്രൽ എലിജിയാണ്. ഏതാണ്ട് നമ്മൾ കീറ്റ്സിന്റെ ഓഡിന് ഈക്വൽ ആട്ടോ. ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യനോ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനോ ചോദിച്ചാൽ എഴുതണേ. നമ്മുടെ കീറ്റ്സിന്റെ ഓഡിന്റെ ഒരു സ്റ്റൈലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 1853 അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. കമ്പാനിയൻ പീസ് ആയിട്ട് വരുന്നത് എന്താ, വേറൊരു പോയമാണ്, തൈറീഷ്യസ് എന്ന് പറയുന്ന പോയമാണ് കമ്പാനിയൻ പീസ്. അതിന്റെ കൂടാണ് വരുന്നത്. ആൻഡ് ഫേമസ് ലൈൻ, ബിഫോർ ദി സ്ട്രേഞ്ച് ഡിസീസ് ഓഫ് മോഡേൺ ലൈഫിന്റെ ഈ ഡിസീസ് വരുന്നതിന് മുമ്പ്, വിത്ത് ഇറ്റ് സിക്ക് ഹറി, അല്ലെ, നമുക്കൊക്കെ ഇപ്പോൾ ഉള്ളത്, നമ്മൾ നിൽക്കത്തില്ല, നമ്മൾ ഓടുക, നമ്മൾ എന്തിനൊക്കെയോ ഓടുവാണ്. ആ ഓട്ടങ്ങളൊക്കെ വരുന്നതിന് മുൻപ്, അതിന്റെ ഡിവൈഡഡ് എയിംസ്, നമ്മൾ പലയിടത്ത് ഫോക്കസ്ഡാ, അതൊക്കെ വരുന്നതിന് മുൻപ് ഞാൻ ഹെവനിൽ നിന്നുള്ള, അല്ലെ, ആ രീതിയിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. വേവസ് എവേ ആൻഡ് കീപ് ദൈ സോളിറ്റ്യൂഡ്, എന്റെ സോളിറ്റ്യൂഡ് പ്രിസർവ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സോ ബിഫോർ ദി സ്ട്രേഞ്ച് ഡിസീസ് ഓഫ് മോഡേൺ ലൈഫ് എന്ന് പറയുന്ന ലൈൻ വരുന്നത് ഈ വർക്കിലാണ് എന്ന് ഓർത്തിരുന്നോളാം. ഇപ്പൊ കാണുമ്പോൾ ഇതൊക്കെ അറിയായിരിക്കും. പരീക്ഷ ഹാളിൽ ചോദിക്കുമ്പോൾ ഇതെല്ലാം ഒരുപോലെ തോന്നും. ഇതെല്ലാം എഴുതിയത് നിങ്ങൾക്ക് അർണൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ ടെന്നേഴ്സൺ ആയിരിക്കും. അതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണം. ഇമ്പോർട്ടന്റ് ലൈൻ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. ലിറ്റററി ഡിവൈസസ് സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചു പോകണം. ഇനി നമ്മൾ ഡവർ ബീച്ച് ആണ് പറയുന്നത്, അർണൾഡിന്റെ. ദിസ് ഇസ് ആക്ച്വലി ഒരു ലിറിക് പോയം ആണ്. ഇംഗ്ലീഷ് പോയറ്റ് ആയിട്ടുള്ള മാത്യു അർണൾഡ് എഴുതിയതാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ന്യൂ പോയംസിലാണ് ഇത് ആദ്യം നമ്മൾ കാണുന്നത്. ഓക്കെ, സോ നമുക്ക് മനസ്സിലാവുന്നത് ഇത് അതിനു മുൻപേ എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 1849 തന്നെ ഇത് എഴുതിയിട്ടുണ്ട്. ഈവൻ ദോ ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1867. 20 വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. അപ്പം അതിനു മുൻപേ തന്നെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇപ്പൊ പറയുന്ന ഡേറ്റ് ഓൾമോസ്റ്റ് 1851 ആട്ടോ. 1849 തൊട്ടേ എഴുതപ്പെടാനുള്ള സാധ്യത ഉണ്ട്. 1867 പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോ പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1851 എഴുതപ്പെട്ടു, 1867 പബ്ലിഷ് ചെയ്യപ്പെട്ടു എന്ന് ഉള്ളതാണ്. ഓക്കെ, സോ ആ ഒരു ഇംഗ്ലീഷ് പോർട്ടായിട്ടുള്ള ഡവറിന്റെ ഒക്കെ പറഞ്ഞിട്ടാണ് ഡിസ്ക്രിപ്ഷൻ തുടങ്ങുന്നത്. ഫ്രാൻസിന്റെ റെഫറൻസ് വരുന്നുണ്ട്, സ്ട്രെയിറ്റ് ഓഫ് ഡോവർ വരുന്നുണ്ട്, അതിന്റെ ലെങ്ത് വരെ 21 മൈൽസ്, 34 കിലോമീറ്റർ ഓഫ് ദി ഇംഗ്ലീഷ് ചാനൽ. ഇതൊക്കെ നമ്മൾ കോണ്ടന്റ് പാർട്ടിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടാണ് അദ്ദേഹം ഹണിമൂൺ സ്പെൻഡ് ചെയ്യുന്നത് 1851. അതുകൊണ്ടാണ് നമ്മൾ 1851 ആയിരിക്കും പ്രോപ്പർ ആയിട്ട് കമ്പോസ് ചെയ്തതെന്ന് പറയപ്പെടുന്നത്. അതിന് മുമ്പേ എഴുതിയിട്ടുണ്ടാവാമെന്ന് റെഫറൻസുകൾ വരുന്നു. സോ ഇവിടെ ചെറിയ പെബിൾസും ഒക്കെ ഉണ്ട്. ആ സൗണ്ടുകൾ, റോറിനെ പറ്റിയൊക്കെ ഇന്റേണൽ റെഫറൻസ് വരുന്നുണ്ട്. ഇതൊക്കെ കോണ്ടന്റ് സൈഡിലാണ്. ഇനി നമ്മൾ സ്റ്റീഫൻ കോളിൻസിന്റെ ഒപ്പീനിയനിൽ ഡവർ ബീച്ച് ഈസ് എ ഡിഫിക്കൽട്ട് പോയം ടു അനലൈസ്. നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പോയമാണ് സ്റ്റീഫൻ കോളിൻസിന്റെ അഭിപ്രായത്തിൽ ഡവർ ബീച്ച്. അപ്പം അതില് നമുക്ക് നമ്മുടെ ഫ്രഷ് ഐസ് വെച്ച് കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ എന്താ, സോഫോക്ലിസ് റെഫറൻസ് വരുന്നുണ്ട്, ഈജിയൻസി റെഫറൻസ് വരുന്നുണ്ട്, സാഡ്നെസിന്റെ ഇറ്റേണൽ നോട്ട് വരുന്നുണ്ട്, അല്ലെ, സാഡ്നെസിന്റെ ഇറ്റേണൽ നോട്ട് വരുന്നുണ്ട്. അതൊക്കെ ഓർത്തിരിക്കണം. പിന്നെ ഇവിടെ തന്നെ പല വാർ റെഫറൻസുകളും വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പ്രോപ്പർ, ഇതെല്ലാം കോണ്ടന്റ് സൈഡിൽ വരുന്നത് കൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടത്. നമ്മൾ എക്സ്റ്റേണൽ ഡീറ്റെയിൽസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി വില്യം ബട്ട്ലർ ഈറ്റ്സ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഈ പോയത്തിനോട്. അദ്ദേഹം പറയുന്നത്, വില്യം ബട്ട്ലർ ഈറ്റ്സ് റെസ്പോൺസ് ഡയറക്ട്ലി, പോയ എഴുതി തന്നെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്. ഒരു 4 ലൈൻ പോയ എഴുതുന്നുണ്ട്. ദ 19th century ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്ന പോയത്തിലെ 4 ലൈൻസിൽ വില്യം ബട്ട്ലർ ഈറ്റ്സ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് മാത്യു അർണൾഡോട്. ഈ ലൈൻസ് ഇങ്ങനെയാണ് പറയുന്നത്: ദോ ദ ഗ്രേറ്റ് സോങ് റിട്ടേൺ നോ മോർ, there is keen delight in what we have, the rattle of pebbles on the shore under the residing wave. അപ്പൊ ഇതിന്റെ പെബിൾ റെഫറൻസ് എന്ന് പറയുന്നത് ആക്ച്വലി മാത്യു അർണൾഡിന്റെ ഡവർ ബീച്ചിനോടുള്ള തിരിച്ചുള്ള റെസ്പോൺസ് ആണ്. എഴുതിയിരിക്കുന്നത് ആരാണ്? വില്യം ബട്ട്ലർ ഈറ്റ്സ് ആണ്. വർക്കിന്റെ പേര് 19th century ആൻഡ് ആഫ്റ്റർ. എഴുതിയിരിക്കുന്ന വർഷം 1929 ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ പോയറ്റ് ലോറിയേറ്റ് ആയിരുന്ന, US-ന്റെ പോയറ്റ് ലോറിയേറ്റ് ആയിരുന്ന ഹെച്ച് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം 1980s പറഞ്ഞത്, ഡവർ ബീച്ചിന് അദ്ദേഹം ഒരു റിപ്ലൈ എഴുതിയിട്ടുണ്ട്. ഡവർ ബിച്ച് എന്നാണ് ആ ഒരു വർക്കിന്റെ പേര്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ പേരിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് അവസ്ഥ വെച്ചിട്ട് ഇതും ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, സോ ദെയർ സ്റ്റുഡ് മാത്യു അർണൾഡ് ആൻഡ് ഹിസ് ഗേൾ. അവിടെ മാത്യു അർണൾഡും അയാളുടെ ഗേളും നിന്നത്. ഓക്കെ, ട്രൈ ടു ബി ട്രൂ എന്നതൊക്കെ പറഞ്ഞ് അവർ കയറി നിന്നത് അവിടെയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന വർക്കാണ് ദ ഡവർ ബീച്ച്. എഴുതിയിരിക്കുന്നത് US-ന്റെ പോയറ്റ് ലോറിയേറ്റ് ആയിരുന്ന ആന്റണി ഹെച്ച് എന്ന് പറയുന്ന റൈറ്ററാണ്.
അതൊക്കെ ഒന്ന് ഓർത്തിരുന്നോണം. പിന്നെ ജോസഫ് ഹെല്ലറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള Catch-22 നമ്മുടെ പോയത്തിന്റെ ഒരു റെഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വർക്കാണ് ജക്കാർത്ത, അറിയാലോ, ആലീസ് മുൻറോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. ആ ഷോർട്ട് സ്റ്റോറിക്കകത്തും നമ്മുടെ ഇതിന്റെ റെഫറൻസ് വരുന്നുണ്ട്. പിന്നെ സീ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, ഒരു ഫ്രേസ്, അത് വെച്ച് തുടങ്ങുന്ന ഒത്തിരി വർക്കുണ്ട്. ഇവൻ ചില വർക്കുകളുടെ ടൈറ്റിൽ പോലും സീ ഓഫ് ഫെയ്ത്ത് എന്നുള്ളതാണ്. പെട്ടെന്ന് പറഞ്ഞു പോവാം. നമ്മളിനി അടുത്ത് പറയുന്നത് റോബർട്ട് ബ്രൗണിംഗ് ആണ്. റോബർട്ട് ബ്രൗണിങ്ങിന്റെ ആൻഡ്രൂ ഡെൽ സാർട്ടോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫോൾട്ട്ലെസ് പെയിന്റർ, യാതൊരു തരത്തിലും ഫോൾട്ട് വരാത്ത പെയിന്റർ എന്നാണ് അതിന്റെ പേര് തന്നെ. 1855 പോയട്രി കളക്ഷനിലാണ് ഇത് വരുന്നത്. കളക്ഷന്റെ പേര് ഓർത്ത് നോക്കാം, മെൻ ആൻഡ് വിമൻ എന്നാണ് കളക്ഷന്റെ പേര്. മെൻ ആൻഡ് വിമൻ എന്ന് പറയുന്ന കളക്ഷനിലാണ് വരുന്നത്. ഡ്രമാറ്റിക് മോണോലോഗ് ആണ്. ഓക്കെ, ഇറ്റാലിയൻ പെയിന്റർ റെഫറൻസ് ആണ് വരുന്നത്. ഇവിടെ ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതപ്പെട്ടത്. അയാംബിക് പെന്റാമീറ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാങ്ക് വേഴ്സിൽ എഴുതപ്പെടുന്നു, അയാംബിക് പെന്റാമീറ്റർ അല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ബയോഗ്രഫിക്കൽ മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ലൈഫിനെ പറ്റിയുള്ള ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ടെമ്പറൽ, ഇതിന്റെ അകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെമ്പറൽ ആഡ്വർബ്സ് ഇതിന്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ബട്ട് ഡു നോട്ട് ലെറ്റ് us quarrel anymore എന്ന് പറയുന്നതിന്റെ അകത്ത് എനിമോർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി അടി കൂടണ്ട, അതൊരു ടെമ്പറൽ ആഡ്വർബ് ആണ്. ഓക്കെ, അതൊരു സബോർഡിനേറ്റ് പ്രോഗ്രസീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, ടെമ്പറൽ ആഡ്വർബ്സ് ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ബട്ട് ഡു നോട്ട് ലെറ്റ് us quarrel anymore, നമുക്ക് ഇനി അടി കൂടണ്ട. അപ്പം ഈ എനിമോർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ടെമ്പറൽ ആഡ്വർബ് ആയിട്ടാണ് എന്നുള്ളതൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. പിന്നെ ഫോൾട്ട്ലെസ്, ഇവിടെ ടെക്നിക്കുകൾ പറയുന്നുണ്ട്. ഒരു സ്കെച്ച് പോലും ഇല്ലാതെ തന്നെ പറയുന്നുണ്ട് അല്ലെ, നമുക്ക് പറഞ്ഞു തരുന്നില്ല, അതിന് മുമ്പേ തന്നെ നമ്മളോട് പറയുവാണ് ഫോൾട്ട്ലെസ് പെയിന്റർ ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മൈക്കലാഞ്ചലോ, റാഫേൽ തുടങ്ങിയ ആൾക്കാർക്കൊക്കെ ഒരുപാട് ടെക്നിക്കൽ ഫ്ലോസ് ഉണ്ട്, എന്നിട്ടും അവർ പ്രശസ്തരാകുന്നു. പക്ഷെ ഞാൻ എന്താ, ഫോൾട്ട്ലെസ് പെയിന്റർ അല്ലെ, പേര് തന്നെ കണ്ടില്ലേ, ഫോൾട്ട്ലെസ് പെയിന്റർ ആണ്, പക്ഷെ അത് എത്തുന്നില്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ടോക്സിക് ലവിനെ പറ്റിയും മാരേജിനെ പറ്റിയും പറയുന്നുണ്ട്. മോണോലോഗിന്റെ അകത്ത് വൈഫിനെയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. ലുക്രീഷ്യ എന്ന് പറയുന്ന വൈഫിനെയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കഥയാണ്, കഥ നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്. ഓക്കെ, സോ ഇവിടെ ഒരു ട്വിലൈറ്റ് പീസ് ആയിട്ട് പറയുന്നത് കോമൺ, ദ പോയംസ് അറ്റ്മോസ്ഫിയർ ഈസ് വൺ ഓഫ് റെസിഗ്നേഷൻ. അതുപോലെ തന്നെ ഒരു കോമൺ ഗ്രേനെസ്സും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ലൈക്ക് ഇതെല്ലാം ഒരു ഓട്ടം ഈവനിങ് പോലെയാണ്. അവിടെ ഒരു ഡൊമസ്റ്റിക് ലൈഫ് എടുക്കണോ വേണ്ടയോ തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. ജസ്റ്റ് കോണ്ടന്റ് സൈഡ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒട്ടും പഠിക്കാത്തവർക്ക് നമ്മുടെ റിവിഷൻ നോട്ട് വായിച്ചു നോക്കിയാൽ മതി. അതിനപ്പുറം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഒട്ടും പഠിച്ചിട്ടില്ല, നിങ്ങൾ ഇത്ര നാളും ജോലിയിലായിരുന്നു, അല്ലെങ്കിൽ HSA ആയിരുന്നവരുണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും എക്സാമിന് EMRS അതുപോലെ തന്നെ KVS NVS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, HSAയുടെ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ നമ്മുടെ റിവിഷൻ നോട്ട് ബാച്ചിന്റെ ഭാഗമായിട്ട് തരുന്നുണ്ട്, അത് വായിച്ചിട്ട് നിങ്ങൾ ഇങ്ങ് പോരുന്നാൽ മതി. ഡീകോഡിങ്ങും ക്വിസിറ്റും അതാണ് നമുക്ക് ഒരു മാസം കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അതാണ്. പിന്നെ പഠിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ റിവിഷൻ നോട്ട്സ് വായിച്ചു നോക്കുക. ഒപ്പം നമ്മൾ തന്ന നോട്ടും ഇതുവരെ പഠിപ്പിച്ച ക്ലാസ്സിൽ പറഞ്ഞ എക്സ്ട്രാ പോയിന്റ്സും കാര്യങ്ങളും ഇതും എല്ലാം കൂടി ആവുമ്പോൾ നിങ്ങൾ സെറ്റ് ആവും. കേട്ടോ, ടെൻഷൻസ് വേണ്ട. ഏത് കാറ്റഗറി നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങിയോ, നമ്മൾ അവസാനം പഠിച്ചു തുടങ്ങിയോ എന്നുള്ളതല്ല കാര്യം. നമ്മൾ എത്ര തവണ നമ്മൾ പഠിച്ച സ്റ്റഫ് റിവൈസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഒരു പേജേ പഠിച്ചിട്ടുണ്ടായിരിക്കും, ആ പേജ് നിങ്ങൾ 12 വട്ടം റിവൈസ് ചെയ്തോ, നിങ്ങൾ എൻ്റെ സിലബസും കവർ ചെയ്തത് മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ റിവൈസ് ചെയ്തോ, ഇതാണ് മാറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് സമാധാനത്തിൽ ഇന്നത്തെ ദിവസം പഠിച്ചു പോയാൽ മതി. ഇവിടെ അദ്ദേഹം ഈ ലൈഫ് ഓഫ് ദി ആർട്ടിസ്റ്റുകളിൽ നിന്നൊക്കെ, ഈ വെസാരിയുടെ ലൈഫ് ഓഫ് ആർട്ടിസ്റ്റുകളിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഫേമസ് ലൈൻ, എല്ലാ വർക്കിലും ഫേമസ് ലൈൻ ഉണ്ട്, അത് ശ്രദ്ധിച്ചോണേന്ന് ഞാൻ പറഞ്ഞതാണ്. നോക്കിക്കേ, ഇവിടുത്തെ ഫേമസ് ലൈൻ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വർക്ക് കഴിഞ്ഞിട്ട് ഇത് ഫേമസ് ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പരീക്ഷ ഹോളിൽ ചോദിക്കുമ്പോൾ തെറ്റിക്കരുത്. ബട്ട് എ മാൻസ് റീച്ച് ഷുഡ് എക്സീഡ് ഹിസ് ഗ്രാസ് ഓർ വാട്ട് എ ഹെവൻസ് ഫോർ. നമുക്ക് എല്ലാം ഈ ഭൂമിയിൽ തന്നെ കിട്ടുകയാണെങ്കിൽ എന്തിനാ ഒരു സ്വർഗം എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇമ്പോസിബിളിന് നമ്മൾ എയിം ചെയ്യണം എന്നാ പറയുന്നത്. ഓക്കെ, എല്ലാം നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ദൈവം വെച്ച് നീട്ടുകയാണെങ്കിൽ നമുക്ക് ഹെവൻ എന്തിനാടേ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, ഐ ആം ഗ്രോൺ പീസ്ഫുൾ ആസ് ഓൾഡ് ഏജ് ടു നൈറ്റ്. ഇതൊക്കെയും അതിന്റെ ഫേമസ് ലൈൻസ് ആണ്, ഒന്നോർത്തിരുന്നോണേ.
പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന വർക്കാണ് പൈഡ് ബ്യൂട്ടി എന്ന് പറയുന്നത്. കേർട്ടൈൻ സോണറ്റ് ആണ്. കേർട്ടൈൻ സോണറ്റ് എന്താണെന്ന് ഞാൻ അപ്പുറത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടുന്നവർക്ക് നോക്കാം. നെഗറ്റീവ് കേപ്പബിലിറ്റി ആഡ് ചെയ്ത പോലെ ജസ്റ്റ് ആഡ് ചെയ്ത് പോയിട്ടുണ്ട് നോട്ടിന്റെ കൂട്ടത്തിൽ. ഇവിടെ ഹോപ്കിൻസിന്റെ വർക്കാണ് പൈഡ് ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് എഴുതപ്പെട്ട വർഷം 1877. എഗൈൻ ഇത് ചോദിക്കും, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. 1877 ഇത് എഴുതപ്പെടുന്നത്, പക്ഷെ പബ്ലിഷ് ചെയ്യുന്നത് 1918 ജസ്റ്റ് ലൈക്ക് കുബ്ല ഖാൻ. സോ 1877 എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1918 ആൻഡ് പോയിംസ് ഓഫ് ജെറാർഡ് മാൻലി ഹോപ്കിൻസ് എന്ന് പറയുന്ന കളക്ഷനിലാണ് നമ്മൾ ഇത് പബ്ലിഷ് ചെയ്ത് കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ കേർട്ടൈൻ സോണറ്റിന്റെ അകത്ത് വോൾട്ട ഉണ്ട്. വോൾട്ട എന്ന് പറയുമ്പോൾ അവസാനം വരുന്ന നേരെ കാര്യങ്ങളെല്ലാം തിരിച്ചു വരുന്ന കാര്യമാണ്, ഹൈലൈറ്റ് ആണ്. ഓപ്പോസിറ്റ്സ് ഓഫ് മീനിങ് ആൻഡ് ഫോം ആണ് വരുന്നത്. ഇവിടെ സ്പ്രംഗൃതമാണ്. എഗെയിൻ ഹോപ്കിൻസ് എല്ലാം സ്വന്തം സ്റ്റൈലിൽ എഴുതിയിട്ടുള്ളൂ. കേർട്ടൈൻ സോണറ്റ്, സ്പ്രംഗൃതം ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആണ്. സോ അലിട്രേറ്റീവ് ആയിട്ടുള്ള സിലബിൾസും ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കണം. സ്പ്രംഗൃതം, കേർട്ടൈൻ സോണറ്റ് അതെല്ലാം ഒന്ന് ഓർത്തിരിക്കണം. കേർട്ടൈൻ സോണറ്റ് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്. ഷോർട്ടൻഡ് ആയിട്ടുള്ള 11 ലൈൻ വരുന്ന പോയറ്റിക് ഫോം ആണ്. അത് ഇൻവെന്റ് കേർട്ടൈൻ സോണറ്റിൽ എത്ര ലൈൻ ഉണ്ട്? 11 ലൈൻ. 10 പലപ്പോഴും, പിന്നെ 11 ലൈനായിട്ട് നമ്മൾ പൊതുവെ പറയാറുണ്ട്. ഓക്കെ, അത് പെട്രാർക്കിയൻ സോണറ്റിന്റെ ഒരു സ്റ്റൈലിലാണ് 3/4 ലെങ്തിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ റൈം സ്കീമും ചോദിക്കാം. ABCABC DCB DC എന്ന് പറയുന്ന രീതിയിലാണ് പോകുന്നത്. പിന്നെ ഒരു ഹാഫ് ലൈൻ ഉണ്ട്, ഒരു ടെയിൽ ലൈൻ കൂടി വരാറുണ്ട്. അതാണ് 10.5 എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഫൈനൽ ലൈൻ പലപ്പോഴും ഷോർട്ട് ആയിരിക്കും, അബ്രപ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. പൈഡ് ബ്യൂട്ടി, പീസ് തുടങ്ങിയ ഇദ്ദേഹത്തിന്റെ തന്നെ വർക്കുകളാണ് ഏറ്റവും നല്ല എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ദിസ് ഈസ് ആക്ച്വലി പൈഡ് ബ്യൂട്ടി എന്ന് പറയുന്നത് 1877 എഴുതിയ ഒരു 11 ലൈൻ കേർട്ടൈൽ സോണറ്റ് ആണ്. പല മൾട്ടി കളേർഡ് ആയിട്ടുള്ള വേരിഡ് ക്രിയേഷനിലെ ഓരോ സൃഷ്ടിയിലെയും ഡിഫറെന്റ് കാര്യങ്ങളെ കാണിക്കുന്നുണ്ട്. യുണീക്നെസ് കാണിക്കുന്നു, ഇംപെർഫെക്ഷൻസ് കാണിക്കുന്നു, സ്പോട്ടഡ് കൗസിനെ കാണിക്കുന്നു, കളർ ഉള്ള സംഭവങ്ങളെ കാണിക്കുന്നു, ലാൻഡ്സ്കേപ്പുകളെ കാണിക്കുന്നുണ്ട്. അപ്പം ക്രിയേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുമ്പം ഗോഡ് ഭയങ്കര ഇമ്മ്യൂട്ടബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ കോണ്ടന്റ് പാർട്ടിൽ വരുന്നതാണ്. റിവിഷൻ നോട്ട്സ് വായിച്ച് നോക്കിയാൽ മതി. ഗോഡ് ഇമ്പ്യൂട്ടബിൾ ആണ് എന്നാണ് പറയുന്നത്. സോ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം ഇതിന്റെ സ്ട്രക്ചർ തന്നെയാണ്. 11 ലൈൻസ്, 2 സ്റ്റാൻസാസ് ഓഫ് 6 ലൈൻ ആൻഡ് 4.5 ലൈൻ കേട്ടോ. ആദ്യത്തെ സ്റ്റാൻസയിൽ 16 ലൈൻ, അടുത്ത സ്റ്റാൻസയിൽ 4.5 ലൈൻ, ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ആദ്യത്തെ സ്റ്റാൻസയിൽ 6 ലൈൻ, രണ്ടാമത്തെ സ്റ്റാൻസയിൽ 4.5 ലൈൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ആൻഡ് സ്പോട്ടഡ് ആയിട്ടുള്ള, സ്പെക്കിൾഡ് ആയിട്ടുള്ള, ഡാപ്പിൾഡ് തിങ്സിനെ, ഓക്കെ, കോണ്ടന്റ് പാർട്ട് ആണ്. സ്പോട്ടഡും സ്പെക്കിൾഡും ആയിട്ടുള്ള, ഇങ്ങനെ കുത്തൊക്കെ വരുന്ന മൾട്ടി കളേർഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നു. പലതിനും വെറൈറ്റിയെ പറ്റി പറയുന്നു, പലതിന്റെയും കോൺട്രാസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ കളേഴ്സ് ആണ് കൂടുതലും. ഇവിടെ സ്കൈസ് ഓഫ് കപ്പിൾ കളർ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൗസിന്റെ കളറിനെ പറ്റി പറയുന്നുണ്ട്. സ്കൈക്ക് തന്നെ 2 കളർ ഉണ്ട്, തുടങ്ങിയ റോൾസ് മോൾസ് ഉണ്ട്. അതുപോലെ തന്നെ പിങ്ക് റെഡ് സ്പോട്ട്സ് ഓൺ ഫിഷ്, ഫിഷിന്റെ അകത്ത് നമ്മുടെ ഫിഷില് പിങ്ക് സ്പോട്ടുകളെ പറ്റിയും റെഡ് സ്പോട്ടിനെ പറ്റിയും പറയുന്നുണ്ട്. ഫ്രഷ് ഫയർ കോൾ ചെസ്നട്ട് ഫോൾസ് എന്നുള്ള എക്സ്പ്രഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് കോണ്ടന്റ് പാർട്ടിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ലാൻഡ്സ്കേപ്പുകളെ പറ്റി പറയുന്നുണ്ട്, ഫീൽഡുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സ്പ്രംഗൃതമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സ്പ്രംഗൃതം ഹൈലി റിതമിക് ആണ്, ആക്സെന്റഡ് മീറ്റർ ആണ്. ഓക്കെ, നാച്ചുറൽ സ്പീച്ചിന്, നമ്മൾ സാധാരണ സംസാരിക്കുന്ന സ്പീച്ചിനെ എലിവേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ആര്? സ്പ്രംഗൃതം എന്ന് പറയുന്നത്. അലിട്രേഷൻ ഈ വർക്കിൽ യൂസ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റിംഗ് കോൺസണന്റ് സൗണ്ട് അലിട്രേഷൻ. ഫോർ എക്സാമ്പിൾ ഫിക്കിൾ, ഫ്രക്കിൾഡിന്റെ അകത്തൊക്കെ സൗണ്ട് കണ്ടോ, അതൊക്കെ റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. സോ എൻഡിങ്ങിൽ ഒരു വോൾട്ട ഉണ്ട്. ഓക്കെ, ദൈവമാണ് വേരിയഡ് ക്രിയേഷന്റെ ആള്. ലൈക്ക് ക്രിയേഷൻ മാറുമ്പോൾ ദൈവത്തിന്റെ ബ്യൂട്ടി കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മീനിങ് ഓഫ് പൈഡ്. പൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കളേഴ്സ് എന്നുള്ള അർത്ഥമാണ്, പാച്ചസ് എന്നുള്ള അർത്ഥമാണ്. കോയ് മിസ്ട്രസിൽ കോയ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. നാണമുള്ള, ഷൈനസ് ആണ് കോയ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാം. നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ട് പോകുമ്പോൾ അവിടെ നമ്മളോട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് പൈഡ് ഇൻ പൈഡ് ബ്യൂട്ടി എന്ന് ചോദിക്കാം. ഹാവിങ് 2 or more കളേഴ്സ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നെ ഇൻസ്കേപ്പ്, ഹോപ്കിൻസിന് താല്പര്യം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇൻസ്കേപ്പ് എന്ന് പറയുന്നത്. നാച്ചുറൽ ഒബ്ജക്റ്റിനെ അതിന്റെ ഏറ്റവും ബേസിക് യുണീക്ക് ആയിട്ടുള്ള, ഓരോ നാച്ചുറൽ ഒബ്ജക്റ്റും യുണീക്ക് ആണ്. അപ്പം ആ ഇൻസ്കേപ്പ് റെഫറൻസുകളും ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം ഇൻസ്കേപ്പ്, സ്പ്രംഗൃതം, കേർട്ടൈൽ സോണറ്റ്സ് ഒക്കെ വരുന്നത് ഓർത്തിരിക്കാം.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന തോമസ് ഡിക്കൻസി ആണ്. തോമസ് ഡിക്കൻസിയുടെ ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബത്ത് ആണ് നമ്മൾ കാണുന്നത്. ഒരു ഷേക്സ്പീരിയൻ ക്രിറ്റിസിസം ആണ്. ആരെ എഴുതിയേ? ഡിക്വൻസി ആണ് എഴുതിയിരിക്കുന്നത്. ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് വരുന്നത് ഒക്ടോബർ 1823 എഡിഷൻ ആണ്. ലണ്ടൻ മാഗസിനിലാണ്, വളരെ വിഖ്യാതമായ മാഗസിനിലാണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടാമതാണ്, അദ്ദേഹത്തിന്റെ സീരീസിലെ രണ്ടാമതായിട്ടാണ് വരുന്നത്. നോട്ട്സ് ഫ്രം ദ പോക്കറ്റ് ബുക്ക് ഓഫ് ലേറ്റ് ഒപ്പിയമീറ്റർ എന്ന് പറയുന്ന ആ ഒരു സീരീസിലെ രണ്ടാമത്തെ നമ്പറിലാണ് ഈ ഒരു വർക്ക് വരുന്നത്. ഒപ്പിയമീറ്റർ ആരാ? ഡിക്വൻസി തന്നെ. ഓക്കെ, അത് സൈൻ ചെയ്തിരിക്കുന്ന ബുക്ക് സൈൻ ചെയ്തിരിക്കുന്നത് ഡിക്വൻസിയുടെ പേരിലല്ല, XYZ എന്ന് പറയുന്ന പേരിലാണ് കേട്ടോ. XYZ എന്ന പേരിലാണ് അദ്ദേഹം അത് സൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് മാൽത്തസ് ആണ്. മാൽത്തസ് എന്ന് പറയുന്നത് ഈ പോപ്പുലേഷൻ കൂടുന്നതിനെ പറ്റിയുള്ള തിയറിയാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആയിട്ടാണ് നമ്മുടെ വർക്ക് ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബത്ത് വരുന്നത്. ഇനി നമ്മൾ ലണ്ടൻ മാഗസിന്റെ തന്നെ തൊട്ട് മുമ്പത്തെ ഇഷ്യൂല്, ഇദ്ദേഹം എഴുതുന്നതിന് തൊട്ട് മുമ്പത്തെ ഇഷ്യൂല് ജോർജ് ഡാർലി എന്ന് പറയുന്ന ആള് എ തേർഡ് ലെറ്റർ ടു ഡ്രമാറ്റിസ്റ്റ് ഓഫ് ദി ഡേ എന്ന് പറയുന്ന ഒരു പീസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ കിങ് ഡങ്കന്റെ മരണവും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ജോർജ് ഡാർലി എഴുതിയിരുന്നത്. അപ്പം അതിന് അപ്പൊ ആ വായിച്ചതിന് ഒരു റിപ്ലൈ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വർക്കിനെ കൂട്ടാം. ഡിക്വൻസി കൺക്ലൂഡ്സ് ഹിസ് എസ്സേ വിത്ത് എ നോട്ട് സേയിങ് ദാറ്റ് ഡാർലി പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഈ എസ്സേ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഡിക്കൻസി അദ്ദേഹം തന്നെ ഇപ്പം അതുവരെയുള്ള ഷേക്സ്പീരിയൻ ക്രിറ്റിസിസം ഒക്കെ വേറെ കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, മറ്റു കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെയാണ് ആദ്യമായിട്ട് സൈക്കോളജിക്കൽ ക്രിറ്റിസിസം നമ്മൾ കാണുന്നത്. എന്തുവാണ് മനസ്സിലുള്ളത് എന്നുള്ള രീതിയിൽ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ ക്രിറ്റിസിസം നമ്മൾ കാണുന്നത് ഇവിടെയാണ്. അതാണ് ഡിക്വൻസി കോൾഡ് ഹിസ് എസ്സേ സൈക്കോളജിക്കൽ ക്രിറ്റിസിസം. അത് ഷേക്സ്പിയറിനെ സംബന്ധിച്ച്, ഷേക്സ്പിയറിനെ ആ തരത്തിൽ സൈക്കോളജിക്കൽ ക്രിറ്റിസിസത്തിൽ അനലൈസ് ചെയ്യുന്ന നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, 2000 വാക്കിന്റെ അകത്തേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും നമ്മൾ പറയുന്നത് ഡിക്വൻസിയുടെ ഫൈനസ്റ്റ് സിംഗിൾ ക്രിട്ടിക്കൽ പീസ് അതാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അത്ര ഗംഭീരമായിട്ടുള്ള, ഈവൻ ഡിക്വൻസി ഇഷ്ടമല്ലാത്ത ക്രിറ്റിക്സ് പോലും ഇത് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ചാൾസ് ലാംബ് പറയുന്നത് ഇവിടെ ഒരിക്കലും ഇനി ഒരാൾക്കും മാക്ബത്തിനെ പറ്റി ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല, എനിക്ക് പോലും ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല, അത്രയും ഉദാത്തമായ സൃഷ്ടിയാണ് ഡിക്വൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ചാൾസ് ലാംബിന്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഡിക്വൻസിയുടെ തന്നെ ബയോഗ്രഫർ ഉണ്ട്, ഹൊറേസ് എയിൻസ്വർത്ത് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് ബയോഗ്രഫി എഴുതിയത്. പുള്ളി പറയുന്നത് ഈ എസ്സേ ഭയങ്കര പെനിട്രേറ്റിംഗും ഫിലോസഫിക്കുമാണ്, അത്ര ഗംഭീരമായിട്ടുള്ള എസ്സേ ആണ് എൻ്റെ സ്വന്തം ഡിക്കൻസി എഴുതി വെച്ചിരിക്കുന്നതാണ് പുള്ളി പറയുന്നത്. അപ്പം ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബത്ത് 1823 പറയുന്നത് ഈ അതുവരെ നടന്നത്, ഇപ്പം മരണം നടന്ന് നമ്മളത് കണ്ടിട്ട് നമ്മൾ റിയൽ സ്പേസിലല്ല ഇരിക്കുന്നത്, കാണികൾ ഇങ്ങനെ വിറച്ചു നിൽക്കുവാണ്. സോ അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ സമയം എന്തുവാ, രാത്രിയാണോ പകലാണോ, ഇത് നരകമാണോ, നമ്മൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ, മാക്ബത്തിന്റെ അകത്ത് പറയുന്നുണ്ട് ഇത് നരകമാണോ എന്ന് തന്നെ അറിഞ്ഞൂടാ. സോ ഇത് എവിടാ ഇരിക്കുന്നതെന്ന് ആൾക്കാർക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുടെ ഫ്രണ്ടിലോട്ടാണ് നോക്കിങ് വരുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലായി, ഓക്കെ ഇത് റിയൽ സംഭവമാണ്, ഇത് രാത്രിയാണ്, ഇത് പാലസിലാണ് നടന്നേ, ഇത് ഭൂമിയിലാണ് നടന്നേ. അപ്പൊ അത്രയും ഇമ്പാക്റ്റ് ആണ് നോക്കിങ് കൊണ്ടുവന്ന് തരുന്നത്. സോ ഇറ്റ് ബ്രേക്സ് ദ ഓഡിയൻസ് സസ്പെൻഷൻ ഓഫ് ടൈം ആൻഡ് ബ്രിങ്സ് ദം ബാക്ക് ടു റിയാലിറ്റി. അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു നെസസറി പ്ലോട്ട് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവരുടെ പേടി കാണുമ്പോൾ, മാക്ബത്തിന്റെയും ലേഡി മാക്ബത്തിന്റെയും പേടി കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു സഹതാപം തോന്നുന്നുണ്ട്, അവരിതെങ്ങനെ മാനേജ് ചെയ്യുമെന്ന്. അപ്പൊ അത് ഇമ്പാർട്ട് ചെയ്യാൻ കൂടിയാണ് അത് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ സൈക്കോളജിക്കൽ ഷിഫ്റ്റ്. ദ മർഡറർ ഐസൊലേറ്റ്സ് മാക്ബത്ത് ആൻഡ് ലേഡി മാക്ബത്ത് ഇൻ എ വേൾഡ് ഓഫ് ഈവിൾ. അവിടെ ആയിരുന്നു. സോ ആ നോക്കിങ്ങിലാണ് റീ എസ്റ്റാബ്ലിഷ്മെന്റ് വരുന്നത്, തിരിച്ച് നമ്മൾ ലോകത്തിലേക്ക് വരുന്നത്. ഓക്കെ, സോ മർഡറോട് നമുക്കൊരു സിമ്പതിയും തോന്നുന്നുണ്ട്. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കോണ്ടന്റ് പാർട്ടിൽ അത് വായിച്ചു നോക്കിയിരുന്നാൽ മതി. പോർട്ടർ സീന്റെ റെഫറൻസ് ഉണ്ട്. മാക്ഡഫും ലെനക്സും ആണ് നിങ്ങൾക്കറിയാലോ ആ കൊട്ടുന്നത്. അറ്റ് ദ സെയിം ടൈം പോർട്ടർ അവിടെ കുടിച്ച് ബഹളം വെച്ചൊക്കെ നിൽക്കുകയാണ്. പുള്ളി വേറെ കാര്യങ്ങളാണ്, ഞാൻ ബീൽസബബാണ്, ഞാൻ നരകത്തിന്റെ കാവൽക്കാരനാണ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് 19th century റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിന്റെ കോർണർ സ്റ്റോൺ ആണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. അതുവരെ നമ്മൾ ടെക്നിക്കൽ ആസ്പെക്റ്റുകളാണ് സംസാരിച്ചു ഇരുന്നതെങ്കിൽ അവിടുന്ന് നമ്മൾ സൈക്കോളജിക്കൽ ആസ്പെക്റ്റുകളെ പറ്റി അനലൈസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ആക്ട് 2 Scene 3 പോർട്ടർ സീൻ വരുന്നത് മാക്ബത്തിന്റെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ, അറിയാലോ നമ്മളത് പഠിച്ചതാണ്.
പിന്നെ ഓക്സ്ഫോർഡ് ഇൻ ദ വെക്കേഷൻ ആണ് അടുത്ത നമ്മുടെ വർക്ക്. ഓക്സ്ഫോർഡ് ഇൻ ദ വെക്കേഷൻ പബ്ലിഷ് ചെയ്തത് ആരാടെ? നമ്മുടെ ചാൾസ് ലാംബ്. ഈലിയ എന്ന് പറയുന്ന പേരിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്സ്ഫോർഡിന്റെ വേറെ ആരും ഓക്സ്ഫോർഡിൽ ഇല്ലാത്തപ്പം ഓക്സ്ഫോർഡ് എംപ്റ്റി ആയി കിടക്കുന്ന ഒരു വെക്കേഷൻ സമയത്ത് അവിടെ അദ്ദേഹം ആസ്വദിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സോ ലോങ് സമ്മർ വെക്കേഷനിൽ എല്ലാവരും സ്റ്റുഡൻസും പ്രൊഫസേഴ്സും ആബ്സെന്റ് ആയിരുന്ന സമയത്ത് നമ്മുടെ ചാൾസ് ലാംബ് അവിടെ എത്തുന്നു. ആൻഡ് സാധാരണ അയാൾ വരുമ്പോൾ അയാൾ ഒരു ക്ലർക്കാണ് അല്ലെ. ലാംബ് എന്ന് പറയുന്നത് ഒരു ബിസി ക്ലർക്കാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ആരും ഇല്ലാത്തപ്പോ വന്നപ്പോ അയാൾക്ക് സ്വയം ഒരു ജെന്റിൽമാൻ ആയിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആൻഡ് അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കണം. ലാംബ് സൗത്ത് സീ ഹൗസിലെ ആണ് ക്ലർക്കായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈസ്റ്റ് ഇന്ത്യ ഹൗസിലെ ആയി. ക്യാരക്ടർ സ്കെച്ച് പറയുന്നുണ്ട് ജോർജ് ഡ്രയറിന്റെ. ഓക്കെ, വളരെ സറ്ററിക്കൽ ആയിട്ടുള്ള ഒരു പോർട്രേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് പറയുന്നുണ്ട്. ഈ ജോർജ് ഡ്രയറെ ഒരു ആബ്സെന്റ് മൈൻഡഡ് സ്കോളർ ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആബ്സെന്റ് മൈൻഡഡ് സ്കോളർ ആയിട്ടാണ്. സോ ഇവിടെ ഹോളിഡേയ്സിനോട്ടുള്ള റിഫ്ലക്റ്റീവ് ലുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര കോൺവെർസേഷണൽ സ്റ്റൈലാണ്, പേഴ്സണൽ ആൻഡ് നൊസ്റ്റാൾജിക് സ്റ്റൈലിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ഒറിജിനൽ ഡേറ്റ് എന്ന് പറയുന്നത് ഈവൻ ദോ ഒക്ടോബർ 1820 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിലും അതിൻ്റെ അകത്ത് ഒപ്പിട്ടേക്കുന്നത് ഓക്കെ ഇത് പബ്ലിഷ് ചെയ്ത് വരുന്നത് ഒക്ടോബർ 1820 സൈൻ ചെയ്തിരിക്കുന്നത് August 5 അതിനൊരു മാസം മുമ്പേ ഇത് എഴുതപ്പെട്ടു എന്നുള്ളതാണ്. ആൻഡ് എസേസ് ഓഫ് ഈലിയയിലാണ് പബ്ലിഷ് ചെയ്ത് വരുന്നത്. പിന്നെ റിവിഷൻ വന്നിട്ടുണ്ട് 1823 ബുക്കിൽ ഇത് റിവിഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് പാസേജസ് ഒക്കെ ജോർജ് ഡ്രയറിന്റെ കുറച്ച് ക്യാരക്ടർ സ്കെച്ച് വരുന്ന ഭാഗങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് സ്യൂഡോണിം ഇലിയ ആണ് യൂസ് ചെയ്തത്. അദ്ദേഹം ആ ഇലിയ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്തത് എവിടുന്നാന്ന് അറിയാലോ? അദ്ദേഹത്തിന്റെ സൗത്ത് സീ ഹൗസിലെ ഒരു ഇറ്റാലിയൻ ക്ലർക്കാണ് കേട്ടോ. ഇറ്റാലിയൻ, ഇതൊക്കെ നമുക്ക് നിസാരമാണെന്ന് തോന്നും ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടുന്നത് വരെ. ഇറ്റാലിയൻ ക്ലർക്ക് ആയിട്ടുള്ള നേരത്തെ സൗത്ത് സീ ഹൗസിൽ ഫോർമർ ഇറ്റാലിയൻ ക്ലർക്ക് ആയിട്ടുള്ള ആളുടെ അടുത്ത് നിന്നാണ് ആ പേര് അദ്ദേഹം എടുക്കുന്നത്. ഇനി ഡ്രീം ചിൽഡ്രൻ, അദ്ദേഹത്തിന്റെ തന്നെ ഡ്രീം ചിൽഡ്രൻ റെവറി എന്ന് പറയുന്ന എസ്സേ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അല്ല, ചാൾസ് ലാംബിന്റെ തന്നെ ഫേമസ് എസ്സേസിൽ ഒന്നാണ്. ലണ്ടൻ മാഗസിനിലാണ് ഇതും വരുന്നത്. 1822 എസ്സേസ് ഓഫ് ഈലിയയിലാണ് പിന്നീട് നമ്മൾ ലേറ്റർ പബ്ലിഷ് ചെയ്ത് വരുന്നത്. ഫാക്റ്റും ഫിക്ഷനും റിയൽ ലൈഫ് ട്രാജഡി എല്ലാം വരുന്നുണ്ട്. അൺഫുൾഫിൽഡ് ഡിസയേഴ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. നറേറ്റർ ഇലിയയിലാണ് തുടങ്ങുന്നത്. പുള്ളി ഒരു ആം ചെയറിൽ ഇരിക്കുവാണ്. എന്നിട്ട് 2 കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുവാണ്. കുട്ടികളുടെ പേര് എന്തൊക്കെയാണ്? ആലീസും ജോണും. അവർക്ക് അവരുടെ ആൻസിസ്റ്ററെ പറ്റിയുള്ള കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഗ്രാൻഡ് മദർ ഫീൽഡ്. ഓക്കെ, സോ ഗ്രാൻഡ് മദർ ഉണ്ട്, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, അവരുടെ പേരാണ് മിസ്സിസ് ഫീൽഡ് എന്ന് പറയുന്നത്. സോ റെസ്പെക്റ്റഡ് ആയിരുന്നു പുള്ളിക്കാരി. നോർത്ത് ഫോക്കിലെ ഒരു മാൻഷനിലായിരുന്നു താമസിച്ചിരുന്നത്. ആൻഡ് ഹി ഡിസ്ക്രൈബ്സ് ദ ചിൽഡ്രൻ ഇൻ ദ വുഡ് സ്റ്റോറി. അതിനെപ്പറ്റി പറയുന്നുണ്ട്. ആരെയും പേടിക്കാത്ത മിസ്സിസ് ഫീൽഡിന്റെ നേച്ചറിനെ പറ്റിയും പറയുന്നുണ്ട്. പിന്നെ നമുക്ക് റെഫറൻസ് വരുന്നത് അങ്കിൾ ജോൺ ആണ്. ഇലിയ ദെൻ ടെൽസ് ദം അബൌട്ട് ദെയർ അങ്കിൾ ജോൺ. അങ്കിൾ ജോൺ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ലാംബിന്റെ തന്നെ ബ്രദർ ആണ് കേട്ടോ. ബ്രദറിന്റെ റെഫറൻസ് ആണ്. ജോൺ ലാംബ് എന്ന് പറയുന്ന പേരിന്റെ റെഫറൻസ് ആണ്. ഹാൻസം ആണ്. അപ്പം പുള്ളി ഭയങ്കര ലൈവ്ലി ആയിരുന്നു. പക്ഷെ നേരത്തെ അങ്ങ് മരിച്ചുപോയി. അത് ഇതിലേക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി. പിന്നെ മദർ ആലീസ് പറയുന്നുണ്ട്. ആലീസിന്റെ റെഫറൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കോണ്ടന്റ് പാർട്ട് ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഒരു ട്വിസ്റ്റിന്റെ അകത്ത് ലൈക്ക് ദ ചിൽഡ്രൻ വിസ്പർ, അവർ പറയുന്നത് ദേ ആർ നത്തിങ് ലെസ് ദാൻ നത്തിങ് ആൻഡ് ഡ്രീംസ്, അവർ വെറും ഡ്രീംസ് മാത്രമാണെന്ന് പറയുന്നുണ്ട്. സോ അയാൾ പിന്നെ എണീക്കുമ്പോൾ പെട്ടെന്ന് വേക്കപ്പ് ചെയ്യുമ്പോൾ അയാൾ കാണുന്നത് അയാളെ ബാച്ചിലർ ആം ചെയറിൽ അയാളുടെ സിസ്റ്റർ മാത്രമായിട്ട് ഇരിക്കുന്നതാണ്. ഓക്കെ, സിസ്റ്റർ ബ്രിഡ്ജറ്റുമായിട്ട് മാത്രം ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ അത് പെട്ടെന്ന് അയാൾ എണീക്കുമ്പോൾ അയാൾ കാണുന്നത് അയാളും അയാളുടെ സിസ്റ്ററും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. സോ അൺഫുൾഫിൽഡ് ഡിസയർ കാണിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ലൈഫിൽ ഒരിക്കലും ലാംബിന് സ്വന്തമായിട്ട് ലൈഫ് ഉണ്ടാവുന്നില്ല. കുറെ പേഴ്സണൽ ട്രാജഡീസും കുട്ടികളും ഒക്കെ തന്നെ ആ ഒരു അയാളുടെ ആഗ്രഹങ്ങളായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ആലീസും ജോണും ലൈക്ക് മേരി, നിങ്ങൾക്കറിയാലോ മെന്റലി ഇല്ലായിരുന്നു, സിസ്റ്റർ മെന്റലി ഇല്ലായിരുന്നു. സോ ആ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ആയിട്ട്, മേരി ലാംബിന്റെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ആയിട്ട് അയാൾ ജീവിച്ചതാ. അപ്പൊ അയാൾ ഒരു അൺഫുൾഫിൽഡ് ഡിസയർ ആയിരിക്കാം എന്ന് പറയാറുണ്ട്. മെമ്മറി റിയാലിറ്റി വരാറുണ്ട്. ആൻഡ് ലാംബിന്റെ ഒരു റൊമാൻറ്റിക് സ്റ്റൈലിന്റെ ഗംഭീരമായിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് എസ്സേ എന്ന് പറയുന്നത്. ജോർഡന്റെ ക്രിറ്റിസിസം ആണ്. പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ഹി ആക്ച്വലി ലാംബിന്റെ ലവ് ഫോർ ദി സ്പോർട്സ്
അയാൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, ഓക്സ്ഫോർഡ് ആയിക്കോട്ടെ, ഓക്സ്ഫോർഡ് ഇൻ ദ വെക്കേഷന്റെ ക്രിറ്റിസിസം ആണ് കേട്ടോ ഇത്. അപ്പൊ ആ സ്ഥലങ്ങളെല്ലാം അദ്ദേഹം എങ്ങനെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് ജോർജ് ഗോർഡൻ പറയുന്നത്. എഡ്മണ്ട് ബ്രൂക്ക് പറയുന്നത് ചാൾസ് ലാംബിന്റെ എസ്സേസിൽ വിഷൻ, കുട്ടികളുടെ വിഷൻ തൊട്ട് ജോർജ് ഡ്രയർ വരെയുള്ള ആൾക്കാരുടെ വിഷൻസ് വരാറുണ്ട് എന്ന് പറയാറുണ്ട്. ഇതെല്ലാം കോമൺ ആയിട്ട് നമ്മുടെ ലാംബിന്റെ ക്രിറ്റിസിസം ആണ്. മാർക്ക് ഹണ്ടർ പറയുന്നത് ഡ്രീം ചിൽഡ്രൻ, ഇത് ചോദിക്കാൻ സാധ്യത ഉള്ളൊരു കാര്യം കേട്ടോ. മാർക്ക് ഹണ്ടർ ഡ്രീം ചിൽഡ്രനെ പറ്റിയാ പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി ഇമാജിനേറ്റീവ് പ്രോസ് അല്ലെ. നമ്മൾ സാധാരണ ഇമാജിനേറ്റീവ് പോയംസ് ആ കണ്ടിട്ടുള്ളത്, ഇമാജിനേറ്റീവ് പോയംസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് ഹൈലി ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസ് ആണ് എന്നാണ് ആര് പറയുന്നത്, മാർക്ക് ഹണ്ടർ പറയുന്നത്. ഓക്കെ, ഫാക്റ്റും ഫിക്ഷനും കൂടി രണ്ടും കൂടി ഇദ്ദേഹം ഗംഭീരമായിട്ടാണ് മിങ്കിൾ ചെയ്യുന്നതെന്നാണ് മാർക്ക് ഹണ്ടർ പറയുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ ഈ ഒരു 3ാമത്തെ മൊഡ്യൂളിലെ അവസാനത്തെ വർക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് എന്ന് പറയുന്നത്. ഓസ്കർ വൈൽഡിന്റെ വർക്കാണ്. ഓക്കെ, ദ ലാസ്റ്റ് ഓഫ് ഹിസ്, അദ്ദേഹത്തിന്റെ 4 ഡ്രോയിങ് റൂം പ്ലേസ് ഉണ്ട്, 4 അതിൽ ലേഡി വിന്റർമിയേഴ്സ് ഫാൻ, എ വിമൻ ഓഫ് നോ ഇമ്പോർട്ടൻസ് ആൻഡ് ഐഡിയൽ ഹസ്ബൻഡ്, അക്കൂട്ടത്തില് അതിൽ ഉള്ള ഒരെണ്ണമാണ്. ഇതിൽ 4ാമത്തെ വർക്കാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് എന്ന് പറയുന്ന വർക്ക്. ഏത് സീരീസിലെയാണ്? 4 ഡ്രോയിങ് റൂം പ്ലേസിൽ. ആദ്യമായിട്ട് പെർഫോം ചെയ്തത് സെന്റ് ജെയിംസ് തിയേറ്ററിലാണ്. വാലന്റൈൻസ് ഡേക്കാണ്, 1895 വാലന്റൈൻസ് ഡേക്കാണ്. ചോദിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അവിടെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. വിക്ടോറിയൻ മാനേഴ്സിനെ കളിയാക്കുന്ന വർക്കാണ്. എഴുതിയിരിക്കുന്നത് ഓസ്കർ വൈൽഡ് ആണ്. 14 ഫെബ്രുവരി 1895 പ്രീമിയർ ചെയ്തിരുന്നത്. ഫസ്റ്റ് പ്രീമിയർ ചെയ്ത തിയേറ്ററിന്റെ പേര് സെന്റ് ജെയിംസ് തിയേറ്റർ എന്നാണ്. സ്ഥലം ലണ്ടൻ, ഇംഗ്ലണ്ട് ആണ്. കോമഡി ആണ്. സെറ്റിംഗ് മെയ്ഫെയർ ആണ് ലണ്ടനിലെ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് നോക്കുന്നത്. ഇനി ഇവിടെ ഓസ്കർ വൈൽഡിന്റെ ലൈഫിൽ ഇത് കരിയറിൽ ഭയങ്കര ഓപ്പണിംഗ് ആയിരുന്നു, ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്. പക്ഷെ ഈ ഡ്രാമ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലെ ട്രാജഡി സംഭവിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ അറിയാലോ, ഇദ്ദേഹം ഹോമോസെക്ഷൽ ആണ്. സോ പാർട്ട്ണറായിട്ടുള്ള ലോർഡ് ആൽഫ്രഡ് ഡഗ്ലാസ് അതായിരുന്നു വൈൽഡിന്റെ ലവർ. സോ പുള്ളി ഇദ്ദേഹത്തിനെതിരെ റോട്ടൻ വെജിറ്റബിൾസ് എറിയുകയും പെർഫോമൻസിന്റെ അവസാനം കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുകയും അങ്ങനെ ലീഗൽ ട്രയലിലോട്ട് പോവുകയും ചെയ്തു. അന്തകാലത്ത് ഹോമോസെക്ഷൽ ഭയങ്കര പ്രശ്നമായിരുന്നു. സോ ഇംപ്രിസൺമെന്റിലോട്ടൊക്കെ നയിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ അത് ഈ ഡ്രാമയെ ബാധിച്ചു. കേവലം 83 പെർഫോമൻസിന് ശേഷം 83, ആക്ച്വലി ഒത്തിരി പോണ്ട ഡ്രാമയാണ്. ഈവൻ ദോ റിവ്യൂ ഉണ്ടായിട്ട് പോലും 83 പെർഫോമൻസിന് ശേഷം ഈ ഹോമോസെക്ഷൽ കേസിൽ പെട്ട ഒരാളുടെ ഡ്രാമ കാണുന്നില്ല എന്നുള്ള രീതിയിൽ ഡ്രാമ പിൻവലിക്കുകയാണ് ചെയ്തത്. 86 പെർഫോമൻസ് ആട്ടോ, 86 പെർഫോമൻസിന് ശേഷമാണ് ഇത് തിരിച്ചു വരുന്നത്. ഓക്കെ, അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിന്റെ ട്രാജഡി തുടങ്ങുന്ന കാലഘട്ടമാണ്. ആൻഡ് പലപ്പോഴും പറയുന്നത് ഇത് ദ പ്രസന്റിലാണ് അല്ലെ, ഇത് പ്രസന്റിലാണ്. 1895 പറയുന്നത് ദ പ്രസന്റിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് എപ്പോഴും ചോദിക്കാൻ സാധ്യത ഉള്ളത് ഹാൻഡ് ബാഗിലിട്ടാണല്ലോ കുട്ടിയെ കളയുന്നത്, അത് ഏത് സ്റ്റേഷനിൽ നിന്നാണെന്ന് ചോദിക്കും. വിക്ടോറിയ സ്റ്റേഷൻ, ലണ്ടനിലെ വിക്ടോറിയ സ്റ്റേഷനിൽ നിന്നാണ് ജാക്കിനെ കിട്ടുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോണം, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഓരോ ആക്ട് എവിടെ നടക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്, അത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ആക്ട് 1 നടക്കുന്നത് ഹാഫ് മൂൺ സ്ട്രീറ്റിലാണ്. ആക്ട് 2 നടക്കുന്നത് മാനർ ഹൗസിലാണ്. ആക്ട് 3 നടക്കുന്നത് മാനർ ഹൗസിലാണ്. മോർണിംഗ് റൂമിൽ വെച്ചിട്ടാണ് ആക്ട് 3 നടക്കുന്നത്. അപ്പൊ അത് 3 ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചിട്ട് പോണേ, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ആൻഡ് അദ്ദേഹം പറയുന്നത് ഈ എൻഗേജ്ഡ് എന്ന് പറയുന്ന ഒരു നമ്മുടെ ഡ്രാമയല്ല, ഒരു ഫാസ്റ്റ് പോലത്തെ സംഭവത്തിൽ നിന്നാണ്, ഈ WS ഗിൽബർട്ടിന്റെ എൻഗേജ്ഡിൽ നിന്നാണ് ഇത് കൂടുതലും എടുത്തിരിക്കുന്നത്. ഓക്കെ, സോഴ്സ് ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് പറയാം. WS ഗിൽബർട്ടിന്റെ എൻഗേജ്ഡിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. സോ സബ് ടൈറ്റില് ആദ്യം എഴുതിയത്, ഇത് ചോദിക്കും, എ സീരിയസ് കോമഡി ഫോർ ട്രിവിയൽ പീപ്പിൾ എന്നായിരുന്നു എഴുതിയിരുന്നത്. അതിൽ നിന്ന് പിന്നാണ് എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിളിലോട്ട് ഇത് ചേഞ്ച് ചെയ്യുന്നത്. ഇത് രണ്ടും പഠിക്കണം. ഇതിൽ ഏതാണ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ആദ്യത്തെയാണ് ആദ്യം അവർ എഴുതിയിരുന്നത്, പിന്നെ അത് ചേഞ്ച് ചെയ്തിട്ട് ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആദ്യം അദ്ദേഹം ലേഡി ബ്രാൻകാസ്റ്റർ എന്നായിരുന്നു പേരിട്ടത്, അത് പിന്നീട് മാറ്റി ലേഡി ബ്രാക്നൽ എന്നാക്കി. ആൽജർണൺ മോൺഫ്രോഡ് എന്നായിരുന്നു ഇട്ടിരുന്നത്, അത് ആൽജർണോൺ മോൺക്രിഫ് ആക്കി. അപ്പം അങ്ങനെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആദ്യം ഇത് ചോദിക്കും കേട്ടോ, എവിടെ പ്രീമിയർ ചെയ്തതെന്ന് ചോദിക്കും. സെന്റ് ജെയിംസ് തിയേറ്ററിലാണ്, 14 ഫെബ്രുവരിയിലാണ് ചെയ്തത്. ആൻഡ്
മെയ് 8 തന്നെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. 83 ആണ് അവിടെ മറ്റിടത്ത് തെറ്റാ കിടക്കുന്നത്. ഞാൻ പറഞ്ഞ 83 പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളൂ, 83 പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത്. സോ ഇതിൻ്റെ അകത്ത് ക്രിറ്റിസിസം വരുന്നത് നമ്മുടെ ഷോ പറഞ്ഞത് എക്സ്ട്രീംലി ഫണ്ണിയാ, പക്ഷേ ഹാർട്ട്ലെസ് ആ, ഒരു ഹൃദയമില്ല. ജസ്റ്റ് ലൈക്ക് ആരെപ്പോലെ എന്നാ പറയുന്നത്, നമ്മുടെ സ്വന്തം റൈറ്ററെ പോലെ. അതായത് ഫണ്ണിയാണ് പക്ഷേ ഹാർട്ട്ലെസ് ആ, ക്രൂരനാ. മറ്റേ സംഭവം വെച്ചിട്ടാ പറയുന്നത്, ക്രൂരനാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്താ സെക്കൻഡ് മോസ്റ്റ് പ്ലേ ആണ് എന്താ ഹാംലെറ്റിന് ശേഷം ലോകത്ത് കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ പ്ലേ ആണെന്നാണ് മാർക്ക് ലൗസൺ. ഈ വർക്കിനൊരു 100 വർഷം തികഞ്ഞ സമയത്ത്, അതായത് 1995 1895 ഇത് പ്രീമിയർ ചെയ്തത്. 1995 വർക്കിന് 100 വർഷം തികഞ്ഞ സമയത്ത് മാർക്ക് ലോസൺ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് പറഞ്ഞതാണ് ഹാംലെറ്റിന് ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വർക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് അണ്ടർസ്റ്റ് ആണ്. സോ നമ്മൾ ഒരു മൊഡ്യൂള് തീർന്നിട്ടുണ്ട്. നിലവിൽ നമ്മുടെ റിവിഷൻ ബാച്ചിൽ ഫസ്റ്റ് മൊഡ്യൂള്, സെക്കൻഡ് മൊഡ്യൂള്, തേർഡ് മൊഡ്യൂള്, ഇതുകൂടെ ചേർത്ത് തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡീകോഡ് ചെയ്ത് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. ആക്ച്വലി നമ്മുടെ ഒരു ഇനിഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 20 ദിവസം വരെ MCQ സെഷൻ മാത്രമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. MCQ സെഷൻസ് ഈവനിങ് ഉണ്ട്, മോർണിംഗ് മേ ബി ഒരു 1 അവറും MCQ ഉണ്ട്. പക്ഷെ തുടങ്ങുന്നത് 5 തൊട്ട് 6 മണി വരെ എന്റെ ഡീകോഡിംഗ് സെഷനിലാണ് നിലവിൽ തുടങ്ങുന്നത്. 10-ാം തീയതി ഒഴിച്ച് 10ാമത്തെ മൊഡ്യൂൾ മാത്രമാണ് ഗൂഗിൾ സാർ ചെയ്യുന്നത്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഞാൻ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. സോ നമ്മൾ പ്രോപ്പറായിട്ട് പിക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ പോയി അധ്വാനിക്കേണ്ട, നമ്മളായിട്ട് പറഞ്ഞു തരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 2 ബാച്ചസ് ഓപ്പൺ ഉണ്ട്. റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ഡീകോഡിങ്ങും റിവിഷൻ നോട്ട്സും ഒപ്പം MCQ സെഷൻ, ക്വിസിറ്റിലെ MCQ സെഷൻ കൂടി അവൈലബിൾ ആകും. പിന്നെ ക്വിസിറ്റ് വാങ്ങുന്നവർക്ക് ഓൾറെഡി ഈ സെഷൻസ് എല്ലാം ഫ്രീ ആണ്, ഇൻകോർപ്പറേറ്റഡ് ആണ്. ഇനി വാങ്ങിയാലും നിങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വീട്ടിലെത്തുന്ന രീതിയിലാണ് പോസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ഒപ്പം നമ്മുടെ 25 മോഡൽ എക്സാംസിന്റെ ഒരു മോഡൽ എക്സാം സീരീസ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എവിടെ നിൽക്കുവാണെങ്കിലും പ്രോപ്പർ ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അനുസരിച്ച് പഠിക്കുക, ടെൻഷൻ അടിക്കണ്ട. നമുക്കൊരു ജനറൽ പേപ്പറിന്റെ ഒക്കെ പാറ്റേൺ ഒരു മെയ് 10 ഒക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടും. കോറ് പരമാവധി വായിക്കുക, റെപ്പറ്റേറ്റീവ് ആയിട്ട് വായിക്കുക. പിന്നെ ഇനിയത്തെ സമയത്ത് പോയി ഒറിജിനൽ ടെക്സ്റ്റ് ഒന്നും എടുത്ത് വെച്ച് വായിക്കണ്ട, അത് നിങ്ങൾക്ക് ഇനി അത് എഫക്റ്റ് ചെയ്യില്ല കേട്ടോ, എഫക്റ്റ് ചെയ്യില്ല. പകരം സമ്മറീസും അതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ട് പോയിന്റ്സും ഒക്കെ വായിച്ച് നേരത്തെ വായിച്ചു വെച്ചവരാണെങ്കിൽ ഉണ്ടാക്കിയ നോട്ട്സ് റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പരീക്ഷ കഴിഞ്ഞ് നമുക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട്. നമ്മൾ ഇനി ഏത് എക്സാമിന് പഠിക്കണം, LP UPക്ക് പഠിക്കണം തുടങ്ങി നിങ്ങളുടെ മൈൻഡിലുള്ള ഡൗട്ടുകളെല്ലാം അങ്ങോട്ട് നീക്കി വെച്ചേക്കുക. അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സമയമുണ്ട്. പ്രോപ്പറായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. ശരിക്കും പഠിച്ച് ജോലി കിട്ടട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം. നമുക്ക് കയ്യിൽ കൊണ്ട് വെച്ച് തരാനേ പറ്റൂ, അത് ഫലമാക്കി എടുക്കേണ്ടത് നിങ്ങളാണ് കേട്ടോ. ഇനിയത്തെ ദിവസങ്ങളിൽ കുറച്ച് ഉറക്കം പോയാലും ഉറക്കം നഷ്ടപ്പെട്ടാലും വലിയ ടാസ്കാ. നമ്മൾ ഡീകോഡ് ചെയ്യാൻ ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. സോ വലിയ ടാസ്ക്കാണ്, പക്ഷേ പേടിക്കണ്ട. എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും. എല്ലാവരുടെ മുകളിലും ഒരേ ഭാരമാണ്. അത് ഏറ്റവും ബുദ്ധിപരമായിട്ട് ആര് അതിനെ അവിടെ വരെ എത്തിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. സമാധാനത്തിൽ പഠിക്കുക. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.